അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അവലെ വിവേകികൾ. സിനിമയുടെയൊക്കെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. നടന്മാരെ പരിഗണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പരിഗണിക്കാറില്ല. പൊതുവെ പ്ലേ ഉണ്ടാകാത്തതുകൊണ്ടല്ല നാഷണലി ഇന്റർനാഷണലി പോകാത്തത്. ഇപ്പം നാട്ടക്ക് ഇത്രയും 5-6 വർഷമായി നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിലും പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകാനുള്ളൊരു ഇടയ്ക്കുള്ളൊരു വഴിയായിട്ടല്ല ഞാൻ നാടകത്തെ കാണുന്നത്. കണക്ക് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം ടീച്ചറിനെ കൊണ്ടാണോ തിയേറ്റർ പഠിപ്പിക്കുന്നത്? സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക അഭിനയം, നാടകത്തിന് വേണ്ടി ഒരു പ്രത്യേക അഭിനയം, അങ്ങനെയൊന്നും അല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്ന പോലെ ചിത്രം വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, കല ചെയ്യാൻ പറ്റിയതെങ്കിൽ എൻ്റെ ജീവിതം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് വാൻ ഗോഗ് ചോദിക്കുന്നത്. സംഗീത നാടക അക്കാദമിയിൽ അല്ലാതെ നാടകത്തിന് വേണ്ടി ഒരു തിയേറ്റർ ഇല്ലല്ലോ കേരളത്തിൽ. 1,00,000 1,000 കോടിയൊന്നും വേണ്ട, തിയേറ്ററിൻ്റെ സാധ്യതയും തിയേറ്റർ അവിടെ ഉണ്ടാകും. അതും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് ജനങ്ങളുടെ ഇടയിൽ അതിന് വേറൊരു അടുപ്പുണ്ട്. കിഹോത്ത് തന്നെ പറയുന്നത് പോലെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കലല്ല, സ്വപ്നങ്ങളുടെ പുറകെ പോകലാണ് കലാകാരൻ ചെയ്യുന്നത് പലപ്പോഴും. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒരു നാടക പ്രവർത്തകൻ, അധ്യാപകൻ, ഒരു ഡ്രാമാറ്റേഴ്സ് whom I have felt that this man eats cinema എന്ന് പറയുന്ന പോലെ eats theatre, sleeps theatre, lives with theatre and for theatre. എൻ്റെ കൂടെ ഉള്ളത് ഈ വർഷത്തെ എ ശാന്തകുമാർ അവാർഡ് നേടിയ സജി തുളസിദാസ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 4 വേദികളിൽ അവതരിപ്പിച്ച നന്മയിൽ ജോൺ കിഹിത്ത വളരെയധികം ആളുകളുടെ അക്ലെയിംസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാടക പ്രവർത്തകൻ എന്ന നിലയിൽ എക്സ്പെരിമെൻ്റൽ തിയേറ്ററിൻ്റെ സ്പേസിൽ, അമച്വർ നാടക സ്പേസിൽ വളരെ ക്രിയാത്മകമായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്തുകൊണ്ട് ഐ വുഡ് ബി കണ്ടിന്യൂയിങ് ടു ഡു തിയേറ്റർ, പെർഫോം തിയേറ്റർ ഫോർ ദ കോമൺ ഹ്യൂമൻ ബീയിങ്സ് എന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. നമുക്കിന്ന് സജിയുടെ ഒരു ജേർണി, സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച് പിന്നീട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അതിനുശേഷം സജി പഠിപ്പിച്ചു. ഇറ്റ്ഫോക്കിൻ്റെ ആദ്യത്തെ ടെക്നിക്കൽ ഡയറക്ടറായിരുന്നു. അതുപോലെയുള്ള ഒരുപാട് സ്പേസുകളിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത നാട്ടക്കിൻ്റെ ഫോമർ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അതുപോലുള്ള ഒരുപാട് സ്പേസുകളിൽ നാടകത്തിൻ്റെ ഒരുപാട് ഏരിയകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സജിയോട് നമുക്കൊന്ന് സംസാരിക്കാം. വെൽക്കം സജി, വെൽക്കം ടു മലബാർ ജേണൽ. എന്തുണ്ട് വിശേഷം? നന്നായി പോകുന്നു. നാടക പ്രവർത്തനങ്ങളും ഇപ്പം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതാണ് നമ്മുടെ കേരളത്തിൽ ഒരു നാടക പ്രവർത്തകൻ്റെ ഒരു സാഹചര്യം. സന്തോഷിക്കാൻ എന്താ കഴിയാത്ത? അത് നമ്മുടെ കേരളത്തിൽ, ഞാൻ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞത്, തിയേറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു റിസ്ക് ഉള്ളൊരു ഫാക്ടറാണ്. എന്നാൽ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ടത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു ആക്ടർ എന്ന പോയിന്റ് ഓഫ് വ്യൂലാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും വിൻസെൻ്റ് വാൻ ഗോഗ് പറഞ്ഞ ഒരു കോട്ടാണത്. ചിത്രം വരയ്ക്കുക, വരച്ചുകൊണ്ടിരിക്കുക, അത് സന്തോഷിക്കുക, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് ചിത്രം വരയ്ക്കാൻ പറ്റാറില്ല. പറ്റാതിരുന്ന ആൾ ഒരു 10 വർഷം കൊണ്ട് 3000-ഓളം ചിത്രങ്ങൾ വരച്ചു, അത് വേറെ വിഷയം. അപ്പോൾ അതുപോലെ ഇപ്പോൾ അഭിനയിക്കുക എന്ന് പറയുന്നത്, നാടകത്തിനകത്ത് അഭിനയിച്ചുകൊണ്ട് എങ്ങനെയാണ് നിലനിൽക്കാൻ പറ്റുന്നത് കേരളത്തിൽ, എങ്ങനെ സർവൈവ് ചെയ്യുന്നത് എന്നിപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ആ വിഷയത്തിലേക്ക് വന്നത് പോലും അത് അറിയാതെ അല്ല, എന്നാൽ ബോധപൂർവ്വം പെട്ടെന്ന് പറയാൻ വേണ്ടി വന്നതുമല്ല. ഒരു നടന നിലയിൽ നിലനിൽക്കാൻ പ്രശ്നമുണ്ട് ആക്ടേഴ്സിന് തിയേറ്ററിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും. അതൊരു വളരെ രാഷ്ട്രീയവും വളരെ സാമൂഹികമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ആ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയുള്ള അത്രയും പ്രത്യേകതകളോട്, പ്രത്യേകത എന്ന് പറയുന്നാൽ നമ്മളെപ്പോലെ അല്ലെ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ആ മേഖലയിൽ വളരെ സ്ട്രഗിൾ ചെയ്തും വളരെ കൃത്യമായിട്ടും ഫൈറ്റ് ചെയ്തും ജീവിക്കുന്നുണ്ട്, അഭിനയിച്ച് അല്ലെങ്കിൽ തിയേറ്റർ പ്രവർത്തനം നടത്തി പോകുന്നുണ്ട്. അത് വളരെ പെയിൻഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ആ ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഇപ്പോൾ നമ്മളത് പറയുമ്പോൾ ആദ്യം തന്നെ ചിലപ്പോൾ ആ വിഷയം അത്രത്തോളം ഗഹനമായതുകൊണ്ട് ചിലപ്പോൾ പറയണം തോന്നുന്നു. എങ്ങനെയാണ് തിയേറ്റർ ചെയ്യുന്ന, എത്ര പേര് നാടകം കാണാനുണ്ട്? ഇപ്പോൾ എനിക്ക് തന്നെ ഒരു അംഗീകാരം കിട്ടിയെന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ അഭിമാനമുണ്ടെന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്, അത് എനിക്കൊരു അംഗീകാരം കിട്ടിയെന്നതിനപ്പുറത്ത് ഇപ്പം ഞാൻ വിചാരിക്കുന്നു എന്നെപ്പോലെ തന്നെ ഇതിന് അർഹമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ കൃത്യമായിട്ട് അർഹതയുള്ളവരും ചിലപ്പോൾ എന്നെക്കാളും ക്വാളിറ്റി ഉള്ളവരും ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഉണ്ടാവും. പക്ഷെ ഒരാൾ ഒരു സംഘം സെലക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അഭിമാനം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, നാടകരംഗത്ത് ഇത്രയും വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നടന നിലയിൽ പ്രത്യേകിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ ഒരു അംഗീകാരം കിട്ടുമെന്ന് പറയുമ്പോഴത്തേ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അംഗീകാരം കിട്ടാതെയും നമുക്ക്
അത്തരം ആർട്ടിസ്റ്റുകളെ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെ തിരിച്ചറിയാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. സജീദ് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ എപ്പോഴും പറയുമല്ലോ ഇതൊരു ക്ലീഷേ സ്റ്റേറ്റ്മെൻ്റ് ആണ്, നാടകം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി സിനിമ വന്നപ്പോൾ, ടി വി വന്നപ്പം, അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റ് സോഴ്സസ് വന്നു കഴിഞ്ഞതിന് ശേഷം നാടകത്തിന് അത്രയും പോപ്പുലാരിറ്റി ഇല്ല എന്ന് നമ്മൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ പല സമയത്തും ചില ആളുകൾ ചെയ്യുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഫ്യൂ സെലിബ്രിറ്റീസ് ചെയ്തിട്ടുള്ള നാടകത്തിന് ഹൗസ്ഫുൾ ആയിരുന്നു, അവർ പല ഷോസ് ചെയ്തു, അങ്ങനെയുള്ളൊരു സ്പേസ് ഒരു ഏരിയയിൽ ഉണ്ടാവുകയും അപ്പോഴും നമ്മൾ ഈ പറയുന്ന മറ്റൊരു സെക്ഷൻ ഓഫ് ആളുകൾ ഇപ്പോൾ നാടകം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇപ്പോൾ പലതവണ പല ഫണ്ടുകളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യോ, ഹൗ ഡു വി സർവൈവ്, അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സർവൈവൽ പ്രോസസ്സ്? സജി ഇപ്പം ഇപ്പോൾ ഒരു നാടകം ചെയ്തു, അതിന് മുന്നേയും പലയിടത്തും പല രീതിയിലും പ്രവർത്തിച്ചല്ലോ, അപ്പോൾ എങ്ങനെയാണ് ആ സർവൈവൽ പ്രോസസ്സ്? എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ? വലിയ ലോകമാണ്. ഇപ്പോൾ ഞാൻ ഒരു നാടകത്തിനകത്ത് അഭിനയിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില സമയത്ത്, ഇപ്പോൾ നമ്മളൊക്കെ ചില സമയത്ത് സൗഹൃദങ്ങൾ തമാശ പറയുന്ന പോലെ നമ്മളെപ്പറ്റി നമ്മളെ ഉള്ളൂ പറയാൻ, വേറെ ആര് പറയും? ഇപ്പോൾ സിനിമയിലാണെങ്കിൽ ഇപ്പോൾ സിനിമയും നാടകവും തമ്മിൽ ആ അർത്ഥത്തിൽ നമുക്ക് കമ്പാരിസൺ ഒന്നുമില്ല. അപ്പം എനിക്ക് പൊതുവെ തോന്നാറുണ്ട് സിനിമ ഒരു വലിയ ഒത്തിരി ജനകീയമായിട്ടുള്ള ഒരേ സമയം ഒരുപാട് ഇടങ്ങളിലേക്ക് പ്രസരിക്കുന്ന വലിയൊരു മേഖലയാണ്. അപ്പം അവിടെ നമ്മൾ തിയേറ്റർ തന്നെ കമ്പാരിസൺ അല്ല. പക്ഷെ നമ്മൾ വേറൊരു ആംഗിളിൽ സംസാരിക്കുമ്പോൾ സമൂഹത്തിൻ്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് പലതരത്തിലും, ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലായാലും അല്ലാതെ ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ എവിടെ എന്തിനും തിയേറ്റർ വേണം, അല്ലെങ്കിൽ തിയേറ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനം വേണം. ഇപ്പോൾ കുട്ടികളുടെ ഇപ്പോൾ നമ്മൾ സൂംബ അതിലേക്ക് എത്തുന്നു, സൂംബ ഡാൻസിനെ പറ്റി പറയുന്നു, അത് തിയേറ്ററിൽ എലമെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കുട്ടികൾക്ക് ഇപ്പോൾ വിദേശത്തൊക്കെ നമുക്ക് അറിയുന്നത് പോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ തിയേറ്ററിന് അത്രയും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ തർക്കിക്കുന്ന പോലെ അത്തരം വിഷയത്തിന് പോലും പ്രസക്തിയില്ല, അത് അതിൻ്റെ ഒരു ഭാഗമായി മാറും. പക്ഷെ ഇന്നത് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ അത്ര ചർച്ചയാകുന്നത്. അപ്പോൾ അത് കേരളത്തിൻ്റെ അവസ്ഥയിൽ വലിയ പാടാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ ഈ നാടകം ചെയ്യുമ്പോൾ ഈ കിഹോത്തെ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ അത് പറയാൻ വേണം, ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് വൈകാരികമാകുന്നുണ്ട് അത് പറയുമ്പോൾ. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അത് ഒരു ആക്ടർ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ നാടകം ചെയ്യുന്ന ഒരാളെന്ന അർത്ഥത്തിൽ ഇപ്പോൾ എനിക്കിങ്ങനൊരു സ്പേസ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന സുഹൃത്തുക്കളുടെ അല്ലാതെ ഒരു 10 പേരെങ്കിലും അധികം കാണുന്നത്. അതുകൊണ്ടും കൂടി പറയുകയാണ്. ഇപ്പം 4 കളി കഴിഞ്ഞു, സ്റ്റേജ് കഴിഞ്ഞു. ഈ നാടകം ഞാൻ ചെയ്യാൻ ഞാൻ 1 വർഷത്തിൽ കൂടുതലെടുത്തു. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ പറയുന്നത് അതിശയോക്തി പോലും അല്ല, കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം. ഞാനിതിന് ഫിസിക്കലി പ്രാക്ടീസ് ചെയ്തു, കളരി പഠിക്കാൻ പോയി, മെൻ്റൽ പ്രിപ്പറേഷൻ. ഇതിൻ്റെ ടെക്സ്റ്റ് ഇപ്പോൾ നന്മയിൽ ജോൺ കിഹോത്തെ എന്നാണ് നമ്മൾ കൊടുത്ത ടൈറ്റിൽ. ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്ന നോവല് സെർവാൻറ്റസിൻ്റെ, സ്പാനിഷ് എഴുത്തുകാരായിട്ടുള്ള സെർവാൻറ്റസിൻ്റെ 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 17-ാം നൂറ്റാണ്ടിൽ ആദ്യ സമയത്തുള്ളൊരു കൃതിയാണ്. ആ കൃതി ഇപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് അത് ശരിക്കും നമ്മൾ ആ ടെക്സ്റ്റും രസകരമായിട്ടത് കേരള കോണ്ടെക്സ്റ്റിലേക്ക് വന്നു എന്നാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമാണെങ്കിലും പറയുവാണ്. ഇപ്പം നമ്മുടെ ചേകവന്മാരുടെ അല്ലെങ്കിൽ വടക്കൻ പാട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചില മിത്തുകളെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ 17-ാം നൂറ്റാണ്ടിലുണ്ടായ സെർവാൻറ്റസ് എഴുതിയ ഒരു യോദ്ധാവ് വീരസാഹസിക കൃതികളും മാന്ത്രിക നോവലുകളും ഒക്കെ വായിച്ചിട്ട് സ്വയം യോദ്ധാവായി തീരുമാനിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി പുറപ്പെടുന്ന കഥയാണ്. അതിനെ നമ്മൾ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവന്നിട്ട് ഒരു ചേകവന്മാരുടെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന് അത് ശരിക്കും കേരളീയമായിട്ട് നമുക്ക് തോന്നുന്ന തരത്തിലേക്ക് ടെക്സ്റ്റ് മാറി. ഞാൻ പറയാൻ വന്നത്, ഒരു ചേകവനാണ്, യോദ്ധാവാണ്. അതിനുവേണ്ടി ഞാൻ കളരിയിൽ പ്രാക്ടീസ് നടത്തി, ഉറുമി വീശുന്നുണ്ട്, വാൾപ്പയറ്റ് നടത്തുന്നുണ്ട്, വടി കൊണ്ടുള്ള കോൽത്താരി ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പരിചയ വെച്ചുള്ള ഫൈറ്റ്. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ 3-4 കാര്യങ്ങൾ ഈ 1 വർഷത്തിനുള്ളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് പറയുമ്പോൾ എനിക്ക് വേറെന്ത് വരുമാനം? ഇത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വേറെ കൃത്യമായിട്ടൊരു വരുമാനം ഇല്ലാതെ പോലും നമ്മളത് ചെയ്യുന്നത് ഈ നാടകത്തിനകത്ത് കിഹോത്തെ തന്നെ പറയുന്നത് പോലെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കലല്ല, സ്വപ്നങ്ങളുടെ പുറകെ പോകലാണ് കലാകാരൻ ചെയ്യുന്നത് പലപ്പോഴും. അപ്പം നമ്മൾക്ക് ഈ പ്ലേ ചെയ്യണം, ഈ ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. കിക്സോട്ട് ഇറങ്ങി പുറപ്പെട്ടതുപോലെ തന്നെ ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെയാണ് ഈ കഥാപാത്രം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ 1 വർഷത്തിൽ കൂടുതൽ ടെക്സ്റ്റ് വായിച്ചുകൊണ്ട്, സ്ക്രിപ്റ്റിൻ്റെ പ്രോസസ്സിൽ ഇരുന്നുകൊണ്ട്, റിഹേഴ്സൽ ചെയ്തുകൊണ്ട്, ഫിസിക്കൽ അധ്വാനം നടത്തിക്കൊണ്ട് ഒരു പ്ലേ ഉണ്ടാക്കൽ നമ്മുടെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ
വലിയ പാടാണ്, അങ്ങനെ ചെയ്യാറില്ല, ചെയ്യാൻ പറ്റില്ല, ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അവിടെയാണ് അത് ചെയ്തു. ആ ചെയ്യുന്ന സമയത്ത് 4 നാടകമാണ് പെർഫോം ചെയ്തത്. അതും നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ടിക്കറ്റ് വെച്ച് ചെയ്ത പ്രോഗ്രാമാണ്. അതിൽ നിന്ന് നമ്മൾ നാടകം ചെയ്ത പൈസ ഇപ്പോഴും കടത്തിലാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഈ നാടകം കളിച്ച് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ ഈ നാടകവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുകയാണ്, അലിയാർ അലി ഉൾപ്പെടെ, നമ്മൾ ഒരു വർഷങ്ങളോളം ഇതിനു വേണ്ടി മാത്രം നിൽക്കുന്ന സമയത്ത് ഇതിനൊരു ഔട്ട്പുട്ട് എന്ത് സംഭവിക്കുന്നു, സാമ്പത്തികം എവിടെ കളിക്കും, ഇനി ഇത് കളിക്കാൻ പറ്റുമോ എന്നുപോലും അറിയാതെ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പം ഈ ഒരു അവസ്ഥ നിൽക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള, ഞാൻ അതിലേക്ക് വരാണ്, ഇപ്പം സിനിമയെ ബന്ധപ്പെട്ടോ അല്ലാതെയോ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള മറ്റ് സാഹചര്യങ്ങളുള്ള വേറെ എന്തെങ്കിലും ജോലിയുള്ള ബിസിനസ്സുള്ള ഒരാളാണെങ്കിൽ അത്ര പ്രശ്നമില്ല. അപ്പോൾ അവർ ചെയ്യുന്ന സമയത്ത്, പക്ഷേ നമ്മൾ ഈ സിനിമയുടെയൊക്കെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. അത് ടിക്കറ്റ് ഇപ്പം 100 അല്ല 1000 അല്ല എത്ര എന്ന് പറഞ്ഞാലും ആൾക്കാർ എടുത്ത് കാണുന്നു. അവർക്ക് പല സ്പേസുകളിലും എൻട്രീസും ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അത് പക്ഷെ അത് ഞാൻ പറഞ്ഞാൽ അത് നല്ലതാണ്, അങ്ങനെ അവരും ചെയ്യട്ടെ നാടകം. അപ്പം അതിലൂടെ സംഭവിക്കുന്ന പറഞ്ഞാൽ തിയേറ്ററിനാണല്ലോ ഒരു മുന്നോട്ട് ആൾക്കാർ കാണാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത്. പക്ഷെ അതിനെ പലപ്പോഴും എനിക്ക് അറിയില്ല, നമ്മുടെ ഒരു കേരളത്തിൻ്റെ അവസ്ഥയിൽ അത്തരം സിനിമയിലുള്ള ആൾക്കാർ പോലും മറ്റ് പല സ്റ്റേറ്റിലും ഒക്കെ ചെയ്യുന്നത് പോലെ തിയേറ്ററിലും കൂടി ഒന്ന് അവർ തിയേറ്റർ ചെയ്യുന്നു എന്ന് വരുത്തുന്നതിനല്ലാതെ തിയേറ്റർ മേഖലയെ ഒന്ന് പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് ഇടപെടാം. അത് പ്രത്യേകിച്ച് തിയേറ്ററിനകത്തുകൂടി വന്ന ആർട്ടിസ്റ്റുകളെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ വലിയ കുറവാണ്. നമുക്ക് ബോംബെയിലായാലും നസറുദ്ദീൻ ഷായോ ഓംപുരി അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ, രജിത് കപൂർ, ഇപ്പോൾ അതുപോലൊരു സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നില്ല. അവരുടെ ഒരു സംഭവത്തിന് വേണ്ടി ഇഷ്ടത്തിനോ അല്ലെങ്കിൽ തിയേറ്റർ ചെയ്യുന്നത് വേറെ തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അങ്ങനെ ചെയ്തു പോകുന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ വിഷയത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ കളിക്കുന്നത് കൊണ്ട് തിയേറ്ററുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാര്യം, അല്ലെങ്കിൽ ആ തിയേറ്റർ മേഖലയ്ക്ക് പ്രത്യേകിച്ച് കാര്യം സംഭവിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സംഭവിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിലെ സർക്കാരായാലും അല്ലാതെയുള്ള ഏത് തരത്തിലുള്ള സംഘങ്ങളോ സംഘടനയായാലും അങ്ങനെ ഒരു നാടകം കളിച്ചുകൊണ്ട്, ഞാൻ അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ, അങ്ങനൊരു പ്രൊഫഷണൽ ആയിട്ടൊരു സംഘം ഉണ്ടാവുക എന്ന് പറയുന്നത് ആവശ്യമുണ്ട്. ഈ പ്രൊഫഷണൽ എന്ന് പറയുന്ന വാക്ക് പ്രധാനമാണ്, അത് പിന്നീട് ചിലപ്പോൾ പറയേണ്ടി വരും. പ്രൊഫഷണൽ ആയിട്ടൊരു സംഘം കേരളത്തിൽ അങ്ങനെ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഡു യു മീൻ പ്രൊഫഷണൽ അല്ലായിട്ട് തിയേറ്റർ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന സംഘമോ? യെസ്, എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ പ്രൊഫഷണൽ തിയേറ്റർ എന്ന് പറയുന്നത് ഇതിനെ പലപ്പോഴും തെറ്റിദ്ധരിക്കും. നമ്മളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും കാര്യം ഒരു അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവായിട്ടും അല്ല പറയുന്നത്. പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ മേഖലയിൽ ഇത് പ്രൊഫഷനായി സ്വീകരിച്ചുകൊണ്ട് ഗൗരവമായിട്ട് അത് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ എടുക്കുകയും അതോടൊപ്പം തന്നെ ആ പ്രൊഫഷൻ എനിക്കാകണമെങ്കിൽ ഞാൻ അതിനകത്ത് അങ്ങനെ ഓതൻറ്റിസിറ്റിയുള്ള ഒരാളായി മാറണം. അതിനുവേണ്ടി ഞാൻ പണിയെടുക്കണം. അത് മെൻ്റൽ, ഫിസിക്കൽ എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷനോടുകൂടി തയ്യാറെടുത്ത് വരുന്ന ഒരാൾ പ്രൊഫഷണലി നിന്ന് വർക്ക് ചെയ്യുന്നൊരു മേഖല എന്നേ ഞാൻ അർത്ഥമുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു തിയേറ്റർ സങ്കല്പമില്ല, സ്പേസ് ഇവിടെ ഇല്ല. സജിയുടെ അടുത്ത് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. സജി സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചു, യു ആർ എൻ അക്കാഡമീഷ്യൻ, യു എക്സ്പ്ലോർഡ് മെനി അതർ, ടെക്നിക്കൽ ഡയറക്ടർ ആയിരുന്നു, ഇങ്ങനെയല്ല. വെൻ ഡിഡ് യു ആക്ച്വലി റിയലി തിങ്ക് ദാറ്റ് ദിസ് ഇസ് എനിക്ക് ഈ പറഞ്ഞ പോലെ ദിസ് ഇസ് മൈ പ്രൊഫഷൻ, എനിക്ക് ഒബ്വിയസ്ലി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് യു ന്യൂ ഫിനാൻഷ്യലി ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്, സർവൈവൽ ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഹൗ വാസ് ഈ ഒരു ആസ്പെക്ട് എങ്ങനെയായിരുന്നു സജിയുടെ ആ ഡിസിഷനും പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്? എപ്പോഴാണ്, ഏത് മൊമെന്റിലാണ് അങ്ങനെ എടുക്കാൻ തോന്നിയത്? ബിക്കോസ് യു ആർ ടീച്ചിങ് ഇൻ സ്കൂൾ ഓഫ് ഡ്രാമ, ഏകദേശം 7-8 വർഷം പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ വരുന്നതിന് മുമ്പ്, അപ്പോൾ അതുകൂടെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നാട്ടിലെ കുറച്ച് രാഷ്ട്രീയമുണ്ട് അതിനകത്ത്. ഒരു പുരോഗമന ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം അല്ലെങ്കിൽ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെഡ് സ്റ്റാർ ആർട്സ് സ്പോർട്സ് ആൻഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിലെ ചെറുനീർ എന്ന സ്ഥലത്ത് ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ കുട്ടിക്കാലം തൊട്ട് അവിടെ നിന്നുള്ളൊരു വളർച്ചയാണ്. അപ്പോൾ അവിടെ കുട്ടിയായിരുന്ന സമയത്ത് നാടകം കളിക്കുന്നു, സ്കൂൾ നാടകങ്ങളിൽ പങ്കെടുക്കുന്നു, പിന്നീട് വായനശാല നാടക മത്സരങ്ങളിൽ പങ്കെടുത്തു പോകുന്ന സമയത്ത് നാടകം കളിക്കുന്നു, ചേട്ടന്മാരുടെ കൂടെ നാടകം കളിക്കുന്നു. നമ്മുടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച തമ്പു എന്ന് പറഞ്ഞ ഒരാളാണ് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ ചേട്ടൻ സാജു, അവരൊക്കെ എന്നെ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, അത് അല്ലാതെ
അപ്പം നാടകം എവിടെയോ ഇങ്ങനെ ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് SN കോളേജിൽ വർക്കല SN കോളേജിൽ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ചുകൂടി കൂടുതൽ നാടകത്തെപ്പറ്റി വായിക്കുകയും അറിയുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വായിക്കുന്ന സമയത്താണ് കുറച്ചുകൂടി ആധികാരികമായിട്ട് പഠിക്കാനുണ്ടല്ലോ അല്ലെങ്കിൽ അറിയാനുണ്ടല്ലോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയും ചില മുതിർന്ന ആൾക്കാരുടെ ഇപ്പോൾ P. ബാലചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ചില ആൾക്കാരുടെ സിനിമകളിലുള്ള അവരുടെ ഇൻ്റർവ്യൂകളും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അവരൊക്കെ അവിടെ പഠിച്ച ആൾക്കാർക്ക് അവർ ചെയ്യുന്ന അപ്പോൾ ഈ ബാലചന്ദ്രൻ സിനിമയിലാണ് നമ്മൾ അറിയുന്നത്, ഡയറക്ടർ, എഴുത്തുകാരൻ. ഇദ്ദേഹം നമ്മൾ മത്സരം കളിക്കുന്ന നാടകം കളിക്കുന്ന സ്ഥലത്തൊക്കെ ഇയാളുടെ നാടകമുണ്ട്, P. ബാലചന്ദ്രൻ്റെ ബോർഡ് വെച്ച് സംവിധാനം വെച്ചിട്ട് ആ നാടകത്തിനാണ് ഫസ്റ്റും മികച്ച നടനമൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതെന്തൊരു പ്രധാനപ്പെട്ട ഒരു പേരായിട്ട് തോന്നുകയും അത് അപ്പം നോക്കുമ്പോൾ അയാൾ പഠിച്ച ആളാണ്. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ കൂടുതൽ അറിയുന്നത് അവിടെയാണ്. ശങ്കർപിള്ള സാറിൻ്റെ പേര് കേട്ട് നമുക്ക് അറിയാമെങ്കിലും കൂടുതൽ അറിയുന്നത് അങ്ങനെ അറിയാൻ ശ്രമിച്ചു. അപ്പോൾ നമുക്കൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു ആ സമയത്തൊക്കെ. നമ്മളൊക്കെ നാട്ടിൻപുറത്ത് അങ്ങനത്തെ ഒരു സ്പേസിലൂടെ വളർന്ന ആൾക്കാർ. പക്ഷെ ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നു, എനിക്ക് കിട്ടുന്നു, അത് വേറെ. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ആണ്, അതിന് മുമ്പ് ഞാനൊരു 30ഓളം നാടകങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ലാത്ത തരത്തിലുള്ളൊരു നാടക പ്രവർത്തനവും നാടക പരിശീലനവും പുതിയൊരു ലോകത്താണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ, അല്ലെ ഇങ്ങനെ ചെയ്യാം, ഒരു പരീക്ഷണാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്നു. അഭിനയം തന്നെ അതൊരു പ്രധാന കാര്യമാണല്ലോ. അഭിനയം തന്നെ ഒരു നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അല്ലാതെ എന്തോ പഠിക്കാനും അറിയാനും കൂടുതൽ വർക്ക് ചെയ്യാനും ഉണ്ടെന്നുള്ളൊരു തോന്നലല്ല. ആ തോന്നല് പിന്നെ പ്രായോഗികമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന്, ഡയറക്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ സമീപനങ്ങൾ. ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ ചില നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പിക് തിയേറ്റർ, ബ്രെറ്റോൾഡ് ബ്രെറ്റിനെ പറ്റി പലർക്കും അറിയാമെങ്കിലും പറയുകയാണ്. ബ്രെറ്റോൾഡ് ബ്രെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ നാടകക്കാരനായിട്ടുള്ള സൈദ്ധാന്തികനായിട്ടുള്ള ഒരാളിൻ്റെ ശൈലിയാണ്. തിയേറ്ററിൽ 20-ാം നൂറ്റാണ്ടിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ഒരാളാണ്. നാടകം ചിന്തിപ്പിക്കാനും പഠിപ്പിക്കാനുള്ളൊരു മാധ്യമമാണെന്നും കൂടി പറഞ്ഞൊരാളാണ്. അപ്പോൾ അത് എന്താണെന്ന് പോലും അറിയുന്ന സ്കൂളായി വന്നതിന് ശേഷം. പക്ഷെ അതിന് മുമ്പ് അതുപോലത്തെ നാടകങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് നാടകം പറഞ്ഞു തന്ന ആൾക്കാർക്കും ഇത് ഇന്നതാണ്, ഇത് പഠിപ്പിക്കുക. പെട്ടെന്നൊരു ഓഡിയൻസിന് ഇടയിൽ ഒരാൾ നിർത്ത നാടകം, ഇത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഓഡിയൻസ് ഇടപെടുന്നു. അതൊരു എലിയനേഷൻ ഉണ്ടാക്കുന്നതാണ്, അതിനെ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നാടകമാണെന്ന് തോന്നിപ്പിക്കുകയും അതായിരുന്നു ആ ഒരു എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നത്. പക്ഷെ അത് അന്ന് അറിയാതെ ചെയ്തതാണ്. അപ്പം ഞാൻ പറഞ്ഞത് പഠനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും നമ്മൾ പലതും പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ എത്തിയത് എന്തെന്നാൽ അഭിനയം പഠിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ കളിയാക്കി ചോദിക്കുന്ന സംഭവമാണ്. അപ്പം അങ്ങനെ പഠിക്കാനുണ്ട്. അഭിനയം പഠിക്കുക അല്ലെങ്കിൽ അഭിനയിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ സന്തോഷവും ഇഷ്ടത്തിനപ്പുറത്ത് നമ്മൾ അറിയാതെ നവീകരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അതെന്തായിരുന്നു പ്രശ്നം? ഇങ്ങനെ ഒരു ഡിസിഷൻ, you decided that I want to be on stage, perform and be an actor and make it a profession. ഓക്കെ, അപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തി ആക്ടർ എന്ന സംഭവത്തിൽ കുറച്ചുകൂടി കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി തുടങ്ങി. അപ്പൊ അത് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ പോലും എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് അഭിനയിക്കുന്ന സമയത്തും ഈ 10 പേരുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാണ്ട് മാറി തുടങ്ങുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് വളരെ അറിഞ്ഞുകൊണ്ട് ചില പഠനാത്മകമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മാറി തുടങ്ങുന്നു. അപ്പോൾ ഇത് ചില സമയത്ത് ഞാനിങ്ങനെ കാട് കയറി പോകുന്നവർ ചില സമയത്ത് അറിയാണ്ട് പറയുമ്പോൾ അഭിനയ ക്ലാസ് പോലെ ആയിപ്പോവുകയും ചെയ്യും. പൊതുവെ നമുക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട് അങ്ങനെ. അപ്പം അതായത് ആക്ടർ എന്ന അർത്ഥത്തിൽ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എവിടെയാണ് നമ്മൾ മാറിയത്, എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തി പറഞ്ഞാൽ നമുക്ക് സ്വയം മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ അതൊരു പ്രധാനമാണ് അഭിനയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ നമ്മൾ ക്ലാസ്സുകൾ സംഭവിക്കുന്നത് നമ്മൾ സ്വയം മാറുന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായി തുടങ്ങുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനോ കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ പറ്റാതിരുന്ന നമ്മൾക്ക് അത് പറ്റും. ഞാനിത് പറഞ്ഞപ്പോൾ ഇന്ന് കട്ട് ചെയ്ത് പോയാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഒരു ആക്ടർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് പലരും സംശയം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തോ ധാരണയുണ്ട്, മറ്റുള്ളവർ തെറ്റാണ് പറയുന്നതല്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക അഭിനയം, നാടകത്തിന് വേണ്ടി പ്രത്യേക അഭിനയം, അങ്ങനെയൊന്നും അല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. അഭിനയം എന്ന് പറയുന്ന ഒരു സംഭവം പഠിക്കുക എന്ന് പറയുന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആവുക എന്നുള്ളതാണ്. ഒരാളിന് എങ്ങനെയാണ് ഒരു സ്പേസിൽ വന്നിട്ട് ഒരു 1000 പേരാവട്ടെ 500 ആവട്ടെ 50 പേരാവട്ടെ അവരുടെ മുമ്പിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് നിന്നുകൊണ്ട് കണ്ണിൽ നോക്കി പറയാനുള്ളൊരു കാര്യം ഫ്രീ ആയിട്ട് പറയാൻ പറ്റുക, സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരാൾ, നമ്മൾ സാറിന് പറയല്ലേ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നൊരവസ്ഥ വിട്ടിട്ട് ഫ്രീ ആയി നിന്ന് സംസാരിക്കാനും ഇടപെടാനും ചെയ്യാനും പറയാനും എന്നെ സ്വയം കാണിക്കാനും ഒരു ആക്ടർ എന്നതിൽ സ്റ്റേജിൽ കയറിയാൽ നമ്മളാണ് അവിടുത്തെ രാജാവ് എന്ന് പറയുന്ന സങ്കല്പം, നമ്മളാണ്, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പം അങ്ങനെ സ്ഥൈര്യത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ മാറ്റിയെടുക്കലാണ്
ആക്ടിങ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആക്ടിങ് പഠനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു തന്നത്, അപ്പം അങ്ങനെ ഞാൻ മാറി തുടങ്ങി സ്കൂൾ ഡ്രാമ പഠിക്കുന്ന ഒരു പ്രോസസ്സിൽ. അപ്പം നമുക്കൊരു ധൈര്യം വരുന്നു. അങ്ങനെ നമ്മൾ അപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്നു വ്യത്യസ്തമായിട്ടുള്ള. അപ്പം അത് പറയണ ഒരുപാട് കാര്യം. സ്കൂൾ ഡ്രാമയുടെ പഠനത്തിന് തന്നെ ചില പ്രത്യേകത. നമ്മൾ ഒരു ദിവസം 5 നാടകമൊക്കെ റിഹേഴ്സൽ ചെയ്യും. അപ്പോൾ ഒരു ദിവസം 5 നാടകം റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ 5 കഥാപാത്രമാണ്. 5 കഥാപാത്രം എന്ന് പറഞ്ഞാൽ 5 കൾച്ചറാണ്. 5 കൾച്ചർ എന്ന് പറഞ്ഞാൽ 500 തരത്തിലുള്ള കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഈ 500 സാഹചര്യത്തിലൂടെ കടന്നു പോകും ഒരാൾ ഒരു ദിവസം. അങ്ങനെ എന്നിട്ട് ഈ ഒരു മാസത്തിന്റെ അവസാനം ഈ 5 നാടകവും ഓരോ ദിവസമായിട്ട് പെർഫോം ചെയ്യും. അപ്പം നമുക്ക് തന്നെ അപ്പം പൊതുവേ പറയാറില്ലേ, ഒരു കഥാപാത്രം ഞാനിപ്പോൾ കിഹ്വത്തായിട്ട് അഭിനയിച്ചിട്ട് എനിക്കത് പോകുന്നില്ല, ഞാനിപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇപ്പൊ രാവിലെ കിഹ്വത്താണെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വാൻഗോവാണ് അല്ലെങ്കിൽ വേറൊരു കർഷകനാണ്. അപ്പൊ ഇങ്ങനെ നിന്ന നിൽപ്പിൽ മാറി അങ്ങനെ മാറിയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഒരു ആക്ടർ എന്ന അർത്ഥത്തിൽ അവിടെ എന്തൊരു ഇങ്ങനെ ഉറച്ചു വരുന്ന സാധനമല്ല, നമ്മൾ ഫ്രീ ആയി വരികയാണ്. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഉദാഹരിക്കാറുണ്ട് ജഗതി ശ്രീകുമാറിനെയൊക്കെ. ഭയങ്കര ഒരു ആക്ടറാണ് അയാളൊക്കെ. ഒരു നിന്ന നിൽപ്പിൽ എന്ത് തരത്തിലുള്ള ഇമോഷനും പെട്ടെന്ന് മാറാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഒരാൾ ഫ്രീ ആവുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറിൻ്റെ ശരിക്കുള്ള ഒരു ആക്ടർ. ഓക്കെ, നല്ല ആ ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്തമായി ഒരു ദിവസം തന്നെ പല കഥാപാത്രങ്ങളിൽ മാറി പോകുന്ന ഒരു പഠനവും അത്തരമുള്ള സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട അങ്ങനെയൊക്കെയാണ് നമ്മൾ മാറി തുടങ്ങിയപ്പോൾ ഇത് എൻ്റെ ഒരു മേഖല അഭിനയമാണെന്നും അല്ലെങ്കിൽ തിയേറ്റർ ആണെന്നും എനിക്ക് ഫീൽ ചെയ്യുകയും ജനങ്ങളുമായി കൂടുതൽ സംവദിക്കാൻ, അവർ രാഷ്ട്രീയ വിഷയങ്ങളിലായാലും കൂടുതൽ ഇടപെടാൻ, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ പ്രവർത്തനങ്ങൾ നവീകരിക്കപ്പെടാൻ, സമൂഹത്തിൻ്റെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് ഇടപെടാനൊക്കെ പറ്റുന്നൊരു മാധ്യമം എന്ന അർത്ഥത്തിലും ഈ പറഞ്ഞ പോലെ നമുക്ക് സ്വയം സർവൈവ് ചെയ്യാനും പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന അർത്ഥത്തിൽ നാടകം ഒരു പ്രധാനമായി പിന്നെ നിരന്തരമായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു കൃത്യമായിട്ടൊരു കാര്യത്തിനകത്ത് ചെയ്തു പോകാൻ ഒരിക്കലും പറ്റുന്ന ഒരാളല്ലെന്ന് എവിടെയോ ബോധ്യപ്പെട്ടപ്പോഴാണ് നാടകം അല്ലെങ്കിൽ ഇതുപോലുള്ള കല നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കഥാപാത്രത്തിൽ നമ്മൾ പിന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഒരു സ്വപ്നം പോലെ ഇഷ്ടം പോലെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫ്രീഡം ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു കല എന്ന് പറയുന്നതിനെ മാത്രം ചെയ്യാൻ സ്വീകരിക്കുന്നതും. പിന്നെ അങ്ങനെ സ്വീകരിച്ചു, അത് വളരെ ഇഷ്ടത്തോടെ ബോധ്യത്തോടെ ഏറ്റെടുക്കല്ല, നമ്മൾ സ്വയം സ്വീകരിച്ചു. പക്ഷെ അവിടെ പിന്നെ തുടങ്ങുന്നതാണ് ആദ്യം പറഞ്ഞ വിഷയം. അത് തീരാത്ത വിഷയമാണ്. ഇതെങ്ങനെ സർവൈവ് ചെയ്യും? അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി, പക്ഷേ ഇപ്പൊ എത്ര കൊല്ലം എങ്ങനെ സർവൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്? അങ്ങനെ ഒരു ഗൗരവമായിട്ട് ഇത് മാത്രം ചെയ്തു തുടങ്ങിയിട്ട് 25 വർഷത്തോളം. 25 വർഷം. ഒരുപാട് പ്ലേ ചെയ്തു, ഒരുപാട് പെർഫോം ചെയ്തു. ബട്ട് യു സ്റ്റിൽ സർവൈവ് അല്ലേ? യെസ്, സർവൈവ് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ഒരു പോയിന്റിലൂടെ ആ ഒരു മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ശ്രമിക്കും. അത് പറയുമ്പോൾ ഞാൻ നാടകത്തിനെ പറ്റി ചോദിക്കട്ടെ. നാടക കേരളത്തിലെ നാടക കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. സജി അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പൊ അതിന്റെ വൺ ഓഫ് ദ മെയിൻ കമ്മിറ്റി മെമ്പർ ആണ്. അപ്പോൾ നാടകത്തിന്റെ പ്രവർത്തനങ്ങളിൽ എത്രമാത്രം ഹെൽപ്ഫുൾ ആവുന്നുണ്ട് ഈ ഒരു സ്പേസിലേക്ക്? ഉറപ്പായിട്ടും അതൊരു പ്രത്യേകിച്ച് പലർക്കും നാടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഒത്തിരി വാസ്റ്റായിട്ട് അറിയണമെന്നില്ല. നാടകക്കാരുടെ അറിയാം, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മേഖലയിലും അറിയപ്പെടുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും നാടകം എന്ന് പറയുന്നത് സംഘടനയാണ്. അതിപ്പോൾ നാടകത്തെ മൊത്തം ബന്ധപ്പെടുന്ന ആൾക്കാർ അതിനകത്ത് ഉണ്ടാവണമെന്നില്ല, താല്പര്യം ഉണ്ടാവണമെന്നില്ല. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലെ തന്നെയാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുള്ളത് പോലെ തന്നെയാണ് നാടകക്കാർക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് ഒരുമിച്ച് ചേരാൻ അവരവർ വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടമില്ല, അങ്ങനെ പോട്ടെ. പറഞ്ഞാൽ അതിന് ആ ഒരു സംഘടന നാടക് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിപ്പോൾ നമ്മൾ പരസ്പരം അത് എത്ര പേര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നാടക രംഗത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. ഞാൻ എൻ്റെ തുടക്കം മുതൽ എൻ്റെ പ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പോൾ എൻ്റെ ചില പേഴ്സണൽ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പ്രവർത്തനത്തിനല്ല അങ്ങനെ അത്ര റൂട്ട് ലെവലിൽ ഇടപെടുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഇടപെടുന്നുണ്ട്. എങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ട്, മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഓരോ ജില്ലാ ബേസ് എടുത്തു കൊടുക്കുക, എല്ലാ ജില്ലയിലും ക്യാമ്പുകൾ നടക്കുന്നു, നാടകങ്ങൾ നടക്കുന്നു, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. നാടക എഴുത്താണി എന്ന് പറഞ്ഞിട്ട് നാടക രചനയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടൊരു സെഷൻ 11, 12, 13 നടക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ അതുൾപ്പെടെ കേരളത്തിൽ സംസ്ഥാന തലത്തിലും ഓരോ ജില്ലയിലും നാടകത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ ക്യാമ്പിൽ ആൾക്കാർ കുട്ടികൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് ഈ കാര്യം അറിയുന്ന തരത്തിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരേ സമയം അത് സംഘടനയുടെ പോരായ്മ മാത്രമല്ല,
നാടകക്കാർ ഇപ്പോൾ നാടകം എത്ര പേര് അറിയും, എത്ര പേര് കാണും, എത്ര പേര് പ്രൊമോട്ട് ചെയ്യും? നേരത്തെ പറഞ്ഞ സമയത്ത് അവിടെയാണ് ഇപ്പം നമ്മുടെ ചില സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ നാടകം ചെയ്യുന്നുണ്ട്. ആ നാടകത്തിന് കിട്ടുന്ന പ്രാധാന്യം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു നാടകത്തിന് കിട്ടുന്ന പ്രാധാന്യം ആ വ്യക്തിയുടെ ഇതുകൊണ്ട് നാടകത്തിൽ കിട്ടുകയാണെങ്കിൽ, നാടക മേഖലയ്ക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതുപോലെ ചെയ്യുന്ന നാടകങ്ങളെ, നാടക പ്രവർത്തനത്തെ മറ്റുള്ളവരിലേക്ക്, ഇപ്പം ഏത് മീഡിയ ഇതിനു വേണ്ടി ചെയ്യുന്നത്? 25 വർഷമായല്ലോ സജി ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലി ആക്ടിങ് ഇൻ എ പ്ലേ യു ഹാവ് ടേക്കൺ ആസ് എ പ്രൊഫഷൻ. ഈ ഇറ്റ്ഫോക്കിൻ്റെ ഫസ്റ്റ് ടെക്നിക്കൽ ഡയറക്ടറും ആയിരുന്നു. ഇറ്റ്ഫോക്കിൽ എന്താ ഇതുവരെ ഒരു നാടകം ചെയ്യാഞ്ഞത്? അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ ഇറ്റ്ഫോക്കിൽ എന്താണ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇറ്റ്ഫോക്കിൻ്റെ ആദ്യത്തെ ടെക്നിക്കൽ ഡയറക്ടർ ഒരാളായിരുന്നു ഞാൻ. അത് മാത്രമല്ല, ഇല്ലാത്തൊരു ഫെസ്റ്റിവൽ കേരളത്തിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ളൊരു 1.5 വർഷത്തെ പ്രവർത്തനത്തിനകത്ത് വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നതാണ്. ജയശൈലയായിരുന്നു ഫെസ്റ്റിവൽ ഡയറക്ടർ. ആ സമയത്ത് നമ്മൾ വളരെ കാര്യമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്തു. പക്ഷേ അത് പിന്നീട് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്, സിസ്റ്റം എന്ന വാക്കൊക്കെ ഇപ്പോൾ പ്രശ്നമാണ്, ഓക്കെ, എങ്കിലും സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഒരു സംഗീത അക്കാദമി എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഫെസ്റ്റിവൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായിട്ടുള്ള നിലപാടുകളും രാഷ്ട്രീയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാറി മാറി വരുന്ന ഭരണസമിതികൾക്കും ഗവൺമെൻറ്റിനും അനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മളൊന്നും അതിനകത്ത് ഭാഗമാണോ ഇല്ലെന്നുള്ളത് വിഷയമല്ല. പക്ഷേ ഞാൻ അഭിനയിച്ച, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ അഭിനയിച്ച പ്ലേകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷവും കൊടുത്തു. വിൻസെന്റ് വാൻ ഗോഗിനെ ബേസ് ചെയ്തിട്ട് നിറങ്ങൾ സമരങ്ങൾ എന്ന് പറഞ്ഞൊരു നാടകം ചെയ്തിരുന്നു. അപ്പോൾ അത് ഫെസ്റ്റിവൽ ചെയ്തിരുന്നു, കിട്ടിയിട്ടില്ല. അന്ന് പിന്നെ എന്താണ് ഡിപ്പെൻസ്, സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നത്. ഇതിനു മുമ്പ് നരിപ്പറ്റ രാജുമാഷ് സംവിധാനം ചെയ്ത കുഴിവെട്ടുന്നവർ എന്ന് പറഞ്ഞ കുവോപ്പ ഊക്കൂൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു കൃതിയെ അടിസ്ഥാനമാക്കി ചെയ്ത നാടകം അത് കൊടുത്തിരുന്നു. അത് സോഡയുടെ പേരിൽ, അത് സോഡ സ്ക്രോപ്പ് ഡ്രാമ അലൂമിനി ഒക്കെ. ഇത് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നേരത്തെ ചോദിച്ചൊരു കാര്യം ഞാൻ പറയാം. ഒരു പ്രൊഫഷണൽ തിയേറ്റർ സംഘം, ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ സോഡ എന്ന് പറഞ്ഞ സ്ക്രോപ്പ് ഡ്രാമ അലൂമിനിയുടെ റെപ്പർട്ടറി തിയേറ്റർ കമ്പനിയായിട്ട് ഫോം ചെയ്യുകയും കേരളത്തിലെ ആ ഒരു കൺസെപ്റ്റിൽ, നമ്മൾ പറയുന്ന പ്രൊഫഷണൽ നാടക സംഘടനയുടെ കൺസെപ്റ്റിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അതിനു മുമ്പ് കൾട്ടുണ്ട്. സംഗീത അക്കാദമിയിൽ തന്നെയുള്ള കൾട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ലിറ്റിൽ തിയേറ്റർ എന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സ്ഥാപനമായിട്ട് യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെയും ഇപ്പം ഞാൻ ഇപ്പം ഈ അവാർഡ് കിട്ടിയ സമയത്ത് ചില ആൾക്കാരെങ്കിലും നമ്മളെക്കാളും പ്രായമുള്ള ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇയാൾ എന്ന് ചിലപ്പോൾ സൗഹൃദത്തിലായാലും ഇഷ്ടത്തിലായാലും ചോദിച്ചാലും എനിക്ക്, അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് മറുപടി ഉള്ളതുപോലെ എനിക്ക് മറുപടി ഉള്ളത്, ഞാൻ കേരളത്തിൽ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നാടകം കളിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് തൊട്ട് കണ്ണൂർ തൊട്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പാലക്കാടായാലും ആ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പോകുന്നത്. ഞാനൊരു നാടക പ്രവർത്തകനായിട്ട് നാടക പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ അത് തൃശ്ശൂരുണ്ട്, അല്ലെങ്കിൽ ആലപ്പുഴയുണ്ട്. ഇപ്പോൾ വൈഖരി കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് മാവേലിക്കരയിലൊരു സ്ഥാപനമുണ്ട്. അത് കുട്ടികളുടെ സംഘമായിട്ടുണ്ട്. അവിടെ നാട്ടിൽ നാടകം വ്യാപിപ്പിക്കുന്നതിന് ഒത്തിരി പണി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നാടക പ്രവർത്തനം നടത്തുന്നതിനെ കൂടി അംഗീകരിച്ചു എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞൊരു അംഗീകാരം. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അതോടൊപ്പം തന്നെ നടൻ എന്ന അർത്ഥത്തിൽ പൊതുവെ, ഇതൊന്നും കോൺട്രവേഴ്സിയും വഴക്കും എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല, പൊതുവെ നമ്മൾ മുഖ്യധാരയിലുള്ള സംവിധായകർക്കും എഴുത്തുകാർക്കും ഒക്കെയാണ് ഈ അവാർഡ് കൊടുക്കുക. നടന്മാരെ പരിഗണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പരിഗണിക്കാറില്ല പൊതുവെ. അപ്പം ആ അർത്ഥത്തിലും വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. ഇനി പറഞ്ഞതിലേക്ക് വരാം, അതിൽ മറന്നുപോകുന്ന വെച്ച് പറഞ്ഞത്. രാജുമാഷിൻ്റെ ആ പ്ലേ കൊടുത്തിരുന്നു, കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ പറയാൻ വന്നത്, അത് കിട്ടാതിരിക്കാം, അതൊക്കെ വേറെ, അതിൻ്റെ തർക്കമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സെലക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് തുടങ്ങിയ സമയത്തുള്ള ഫെസ്റ്റിവൽ തുടങ്ങിയ സമയത്തുള്ളൊരു കൺസെപ്റ്റോ, അല്ലെങ്കിൽ അത് കേരളത്തിൽ റൂട്ട് ലെവലിൽ അന്ന് തുടങ്ങിയ സമയത്ത് ആലോചിച്ച ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഒരു സംസ്ഥാനത്തിൽ നടക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകേണ്ട റിസൾട്ടുകൾ അതേ ഗൗരവത്തോടെ, അതേ ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് ഒറ്റവാക്കിൽ പറയും. പക്ഷേ അതേസമയം തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ നമ്മളതിനെ കാണാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നാടകരംഗത്ത് ഉണ്ടായിട്ടുണ്ട്. സാധാരണ അക്കാഡമിക്കായിട്ടുള്ള ആൾക്കാർ ഡൽഹിയിലും അവിടെയൊക്കെ പോകുമ്പോഴും മാത്രം കാണാൻ പറ്റുമായിരുന്നത് ഏത് സാധാരണ ജനങ്ങൾക്കും കേരളത്തിൽ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഒരുപാട് പുതിയ അവതരണങ്ങൾ, വ്യത്യസ്തമായ ശൈലിയിലുള്ള അവതരണങ്ങൾ, അവിടെയാണ് നേരത്തെ പറഞ്ഞ
പ്രൊഫഷണൽ നാടകം നമ്മൾ ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ അമ്പലത്തിലും പള്ളിയിലൊക്കെ കളിക്കുന്ന നമ്മൾ ഇവിടെ ഇൻവെർട്ടഡ് കോമയിൽ കമേഴ്സിൽ നിന്ന് വിളിക്കപ്പെടുന്ന നാടകങ്ങളെയാണ് പൊതുവെ നമ്മൾ പ്രൊഫഷണൽ നാടകങ്ങൾ എന്ന് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അത് മാത്രം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ശൈലികളിലുള്ള ഫോംസിലുള്ള സ്റ്റൈലിലുള്ള നാടകങ്ങൾ സ്റ്റേജിനകത്തും നമ്മൾക്ക് പൊതുവെ പ്രൊസീനിയം, ഫോർത്ത് വാൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റുള്ള പ്രൊസീനിയം സ്റ്റേജിൽ കളിച്ച നാടകങ്ങളാണ് നമുക്ക് പരിചയമുള്ളത്. അതൊന്ന് വിട്ടിട്ട് ഓപ്പൺ എയറിലും അരീനയിലും അല്ലെങ്കിൽ റൗണ്ട് സ്റ്റേജിലും സാൻഡ്വിച്ച് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു ഓപ്പോസിറ്റ് ഓഡിയൻസിൽ നിന്നിട്ട് ചെയ്യുന്ന അങ്ങനെ എല്ലാ തരത്തിലുള്ള നാടകങ്ങളും കാണാൻ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ എക്സ്പ്രഷൻസ് ടു പ്ലേ, സറിയൽസ് ടു പ്ലേ, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഇതൊക്കെ കാണാനുള്ള അവസരം ഫെസ്റ്റിവലിൽ നിന്ന് ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു നാട്ടിൻപുറത്തുള്ളൊരു ആളിന് പോലും താല്പര്യം ഉണ്ടെങ്കിൽ ഫെസ്റ്റിവൽ സമയത്ത് അവിടെ വന്ന് നിന്നിട്ട് നാടകം കാണാനുള്ള അവസരം, അവർക്ക് ലണ്ടനിൽ പോകണ്ട അല്ലെങ്കിൽ ഗ്ലോബ് തിയേറ്ററിൽ പോകണ്ട, ഇവിടെ കാണാൻ പറ്റിയെന്ന് പറയുന്നത് അതാത് വ്യക്തികളുടെ നാടക സങ്കല്പത്തെ മാറ്റിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അതാണ് ഇറ്റ്ഫോക്കിന്റെ ഒരു ബ്യൂട്ടി. യെസ്, ഗ്രൂപ്പുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതേസമയം അപകടം ഉണ്ടായിട്ടുണ്ട്. അത് ഫെസ്റ്റിവലിൻ്റെ കുഴപ്പമാവണമെന്നില്ല, ഇപ്പോൾ വ്യക്തികളുടെ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ജൈജാൻറ്റിക് ആയിട്ടൊരു പ്രൊഡക്ഷൻ കാണുകയാണ്, നമ്മൾ തീ കത്തിച്ച് വണ്ടി ഓടിച്ച് സ്റ്റേജിനകത്താണ്, നമുക്ക് അങ്ങനത്തെ ഒരു പരിചയം നമുക്കില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കാണുന്ന സമയത്ത് പിന്നീട് നമ്മൾ നാട്ടിൻപുറത്ത് നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് നമ്മൾ അറിയണം. നമ്മൾ അവിടെ പോയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് ഒരു സംവിധായകൻ്റെ ഇഷ്ടമായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. ആ ഗ്രൂപ്പിന് അത് പറ്റുമോ, അല്ലെങ്കിൽ അത് ആ നാടകം കൊണ്ട് ഇത് നമ്മൾ പറയുന്ന രാഷ്ട്രീയം ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാതെ എനിക്കെന്തോ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കുറച്ച് പേരുടെ ഇഷ്ടമായിരിക്കും. നമുക്കത് അതറിയണം. ഇപ്പോൾ പണ്ട് ശങ്കരപിള്ള സാറിൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചതും നമുക്കറിയാവുന്നതായിട്ടുള്ള കാര്യം, നമ്മൾ എവിടെയാണ് നാടകം കളിക്കുന്നത് അറിയണം. ഒരു ഫെസ്റ്റിവലിന് ചെയ്യുന്ന നാടകം ആയിരിക്കില്ല ഒരു നാട്ടിൻപുറത്ത് കളിക്കുന്നത്. ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് നമ്മളിപ്പോൾ പറയുന്ന പോലെ ഓഡിയൻസ് അത് അറിഞ്ഞില്ല. ഇത് ആരുടെ മുമ്പിലാണ് നമ്മൾ കളിക്കുന്നത് അനുസരിച്ച് നാടകം ചെയ്താലാണ് ആ നാടകം ആൾക്കാരിലേക്ക് കൺവേ ചെയ്യുക. അതുകൊണ്ടാണ് നമുക്കിവിടെ ജനകീയ നാടകം എന്ന് പറയുന്നതും പരീക്ഷ നാടകം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇപ്പോൾ പഠിക്കുന്ന അക്കാഡമിക്കായിട്ട് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ നമുക്ക് പരീക്ഷ നാടകം ഉണ്ടാവണം. ഗൗരവതലത്തിൽ നമ്മൾ ശ്രമിച്ചു നോക്കുന്നു, പുതിയ പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, അത് വേണം, ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഒരു സാധാരണ നാട്ടിൻപുറത്തൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവർക്ക് ആദ്യം അവിടുത്തെ ഒരു കൾച്ചർ മാറേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ അവിടെയാണ് നാടക പ്രവർത്തനത്തെ പറ്റി പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നാട്ടിൻപുറത്ത് ഇപ്പൊ കുളൂർ മാഷിനെ പോലെയുള്ള ആളുകളൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എത്രമാത്രം എൻ്റെ അറിവാണ്. വീടുകളിൽ പോയിട്ട് ഒരു ഏരിയയിൽ പോയിട്ട് ഒരു വില്ലേജിൽ പോയിട്ട് കുറച്ച് പേരെ കണക്ട് ചെയ്തിട്ട് അവിടെ തിയേറ്റർ ചെയ്യണു, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ നാട്ടക്കിനെ പറ്റിയായിരുന്നു ആക്ച്വലി, അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇറ്റ്ഫോക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നാട്ടക്കിൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഒരുപാട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിൽ പോയിട്ട് കുട്ടികളുടെ കൂടെ ഒരുപാട് വർക്ക്ഷോപ്സുകളും ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ, തിയേറ്റർ വർക്ക്ഷോപ്പ്, അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഓക്കെ, ഞാൻ അത് പറയുമ്പോൾ നാടകം മാത്രമല്ല ഒരുപാട് നാടക പ്രവർത്തനം അങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ, നാടകം അതിനകത്ത് പ്രധാനപ്പെട്ട റോളിൽ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. നാടകരില്ലാത്തതും സംവിധായകരും ഗ്രൂപ്പുകളും നാടക പ്രവർത്തകരും കേരളത്തിൽ വളരെ സജീവമായിട്ട്, പ്രത്യേകിച്ച് നമ്മളതൊക്കെ അങ്ങനെ ഈ ദേശത്തെ പറ്റി പറയുന്ന അല്ലെങ്കിലും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് വടക്കോട്ട് എന്ന് പറയുന്ന മേഖലയിൽ വളരെ സജീവമായിട്ട് റൂട്ട് ലെവൽ തിയേറ്റർ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എവിടെയോ അവിടെ മാത്രം നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അതൊരു പ്രധാനമാണ്. എന്നാൽ അത് അതിനെപ്പറ്റി പറയുന്നത് കാര്യം അവിടെ മാത്രം നിന്നു പോകുന്നത് ഒരു സംഘം മാത്രം വിചാരിച്ചാൽ മൂവി എന്നല്ല. നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിന്, ഗവൺമെൻറ്റിന്, നമ്മുടെ മറ്റ് അതോറിറ്റീസിന്, അല്ലെങ്കിൽ നമ്മളുമായി നമ്മൾ ത്രിതല സംഭവങ്ങളെന്നൊക്കെ നമ്മൾ പറയുന്നു, നമ്മുടെ ഭരണ സംവിധാനത്തിലൊക്കെ പോലും അതിനകത്ത് ഇടപെടാൻ തൽക്കാലത്തേക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഞാനൊരു ഹെൽപ്പ് കൊടുക്കുന്നതല്ല ഒരു മൊത്തം ഒരു വ്യവസ്ഥയെ മാറ്റുന്നത്. ഇത് സജീദ് പറയുമ്പോൾ ഞാൻ ഇതിന് മുന്നേ നമ്മൾ ഇവിടെ തന്നെ സംസാരിച്ചത് ചന്ദ്രദാസ മാഷോടായിരുന്നു. ചന്ദ്രദാസ മാഷും പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു യൂണിറ്റി, ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സ്പേസ് എവിടെയോ മിസ്സിങ് ആണ് എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ സ്പേസസ് ഗ്രോ ചെയ്യുന്നുണ്ടാകാം, അവർക്ക് എത്രമാത്രം എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം അവർ ഗ്രോ ചെയ്യുന്നുണ്ടാകാം. ഇത് ചന്ദ്രദാസ മാഷ് വളരെ എനിക്ക് മനസ്സിലായ കാര്യം, ഗ്രോ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അതിനപ്പുറത്തേക്കൊരു സ്പേസ്, നാടകം, തിയേറ്റർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കൾട്ട് ഫോം ആവുന്ന ഏരിയ മിസ്സിംഗ് ആണ്. മേ ബി വി ഹാവ് ലോട്ട് ഓഫ് അതർ എൻ്റർടൈൻമെൻറ്റ് സോഴ്സസ് നൗ. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഏർലിയർ. ആദ്യം നാടകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അതല്ല. നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി വെച്ച് നോക്കിയപ്പോൾ നാടകങ്ങളിലൂടെ മുന്നോട്ട് പോയൊരു രാഷ്ട്രീയം നമുക്കുണ്ട്. പക്ഷെ അവിടുന്ന് പോലും ഇപ്പം മൊത്തത്തിൽ നമുക്കൊരു വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നില്ലേ? അപ്പം അങ്ങനെ ഒരു
ഈ നാടകത്തിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടോ? സ്പ്ലിറ്റ് ഇല്ല. ഇപ്പോൾ ഇതിനിടെ അഞ്ജന പറഞ്ഞപ്പോൾ തന്നെ ഈ പൊളിറ്റിക്കൽ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും 5 മിനിറ്റോടൊന്നും സംസാരിച്ച് നിർത്താൻ പറ്റില്ല ഇപ്പോൾ. എങ്കിലും പറയുകയാണ്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്രൂപ്പോ ആരും വിചാരിക്കുമ്പോൾ ആകുന്നില്ല. പിന്നെ ഇത് നടക്കാൻ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് നാടകം ചെയ്യുന്നു, അവർ പിന്നീട് എങ്ങനെ നാടകം ചെയ്യും? ആ നാടകം കൊണ്ട് അവർക്ക് അതിനകത്ത് നിലനിന്ന ആൾക്കാർക്കൊരു സാമ്പത്തികമായിട്ട് അല്ലെ അവർക്ക് വലിയ ബാങ്ക് ബാലൻസും വേണ്ട, സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീട് അവർ അടുത്ത പ്രാവശ്യം എങ്ങനെ ആ നാടകം ചെയ്യും ആ സംഘം? അപ്പോൾ ആ അവസ്ഥ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വരുമാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വരുമാനമുള്ള മേഖല അല്ലെങ്കിൽ പ്രശസ്തിയുള്ള മേഖല നടത്തൽ സിനിമയിലേക്ക് ആൾക്കാർ പോകുന്നത്. ഇപ്പം ഞാൻ പേഴ്സണലി പറയണമെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകാനുള്ളൊരു ഇടയ്ക്കുള്ളൊരു വഴിയായിട്ടല്ല ഞാൻ നാടകത്തെ കാണുന്നത്. ഓക്കെ, അത് നാടകം വേറെ, സിനിമ വേറെ. സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, അഭിനയിക്കാം. പക്ഷേ തിയേറ്ററിനോടുള്ളൊരു പാഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. അത് വേറൊരു സമൂഹമായിട്ടുണ്ട് ഇടപെട്ടിരിക്കുന്നു. ഇപ്പോൾ ചോദിച്ചതിലേക്ക് ഞാൻ വരാം. ഈ പറഞ്ഞ മൊത്തം ഒരു ഇവർ വരുമാനം ഇല്ലാത്തൊരു കാര്യത്തിൽ വീണ്ടും വീണ്ടും ആൾക്കാർ എങ്ങനെ വരും? പ്രശസ്തിയില്ലാത്ത സംഭവത്തിലേക്ക് എങ്ങനെ വരും? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊന്ന് കൂട്ടിപ്പിടിക്കാൻ എവിടെയോ ചാനലൈസ് ചെയ്യാൻ നാടകക്കാർ മാത്രം, അത് ചെയ്യുന്നവർ മാത്രം വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വലിയ എക്സ്ട്രാവാഗൻ്റ് ആയിട്ടുള്ള സെറ്റുകളുള്ള പിന്നെ കേരളത്തിനകത്ത് മാത്രമല്ലാതെ പുറത്ത് പലയിടത്തും ഗോവയിലും ഈ പറയുന്ന ലണ്ടനിലും ഒക്കെ പോയി പെർഫോം ചെയ്യുന്ന തിയേറ്റേഴ്സ് നമുക്ക് ഇവിടെ ഇല്ലേ? ഒരുപാട് ആളുകൾ, അങ്ങനെ ഒരു സെഗ്മെന്റ് ഓഫ് ആൾക്കാരും ഇല്ലേ നമ്മുടെ കേരളത്തിലുണ്ടോ? കേരളത്തിലില്ലേ? എനിക്കറിയില്ല. ഉണ്ട്, കളിക്കുന്നുണ്ട്. അത് നാടക പ്രവർത്തനത്തിൻ്റെ, നാടകം ചെയ്യുന്നതിൻ്റെ, നാടകത്തിൻ്റെ മാത്രമല്ല, അങ്ങനെ അല്ല പലപ്പോഴും സംഭവിക്കാറില്ല. ഇപ്പം കേരളത്തിൽ നിന്ന് അത്തരത്തിലുള്ള നാടകങ്ങൾ വിദേശത്ത് പോയിട്ടുള്ളത് പണ്ടൊക്കെ കാവാലം നാരായണ സാറിൻ്റെ പ്ലേകളാണ്. പിന്നീടും പോയിട്ടുള്ളത് കാവാലം നാരായണ സാറിൻ്റെ പ്ലേയാണ്. പിന്നീടും പോയിട്ടുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അല്ലാതെ സംഭവിച്ചിട്ടുള്ളത് ഡൽഹിയിൽ നിന്ന് അല്ല, അതാണ് ഞാൻ പറയുന്നത്, ഡൽഹിയിൽ നിന്ന് നാഷണൽ സ്കൂൾ ഡ്രാമയുടെ പേരിൽ അല്ലെ റോയ്സ് നാബേൽ അല്ലെങ്കിൽ അഭിലാഷ് പിള്ള, ഇപ്പോൾ ദീപൻ ശിവരാമൻ, ഇവരൊക്കെ ചെയ്യുന്ന പ്ലേകൾ അവരുടെ കണക്ഷൻ കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ തന്നെ സംഭവം. അത് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, അവരുടെ കണക്ഷൻ കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പോയിട്ടുള്ളൂ. കേരളത്തിൽ അല്ലാതെ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്, ആ പ്രൊഡക്ഷൻ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ആരാ പ്രൊമോട്ട് ചെയ്യുന്നത്? അപ്പോൾ ഇത് നാടകം ചെയ്യുന്ന ആൾ തന്നെ എല്ലാം ചെയ്യണം. ഇത് എഴുതി പിടിപ്പിച്ച് അവിടെ നമുക്കിത് കളിപ്പിക്കാൻ, ഇപ്പോൾ ഒരു പ്രാവശ്യം കളിച്ച ആൾക്കാർ വീണ്ടും ബന്ധം ഉണ്ടാക്കിയിട്ട് അവർ തന്നെയാണ് പ്ലേ കളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവലിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾക്കനുസരിച്ച് മാറുമ്പോൾ പ്ലേ അല്ല അവിടെ വിഷയമാകുന്നത്. അപ്പം അങ്ങനെ വിഷയമാകണമെങ്കിൽ അങ്ങനെ ഒരു വിഷനുള്ള ഒരാൾ വേണം ഇതൊക്കെ നിയന്ത്രിക്കുന്ന സ്പേസിൽ എവിടെയായാലും. ഞാൻ പറഞ്ഞപ്പോൾ അക്കാദമി ആയാലും എവിടെയായാലും, സ്കൂൾ ഡ്രാമ ആയാലും എവിടെയായാലും അങ്ങനെ വിഷൻ ഉണ്ടെങ്കിൽ ഇത് എൻ്റെ, ഞാൻ പറയുന്നതെല്ലാം കേട്ടനുസരിച്ചിരിക്കുന്ന ആളാണ്, അയാളുടെ പ്ലേ എടുക്കാം എന്നല്ല വരിക. പ്ലേ കണ്ടിട്ടായിരിക്കും. ആ പ്ലേയുടെ പെർഫോമൻസ് അനുസരിച്ച് വേറൊരു മറ്റു മാനദണ്ഡമൊന്നും അല്ലാതെ പ്ലേ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്, എങ്ങനെയാണ് പുതിയ തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ എങ്കിൽ ആ പ്ലേ, അപ്പം അങ്ങനെ പ്രസന്റ് ചെയ്യാനും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്നൊരു സിസ്റ്റം കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്താൽ ഓക്കെ, ചിലപ്പോൾ ഓരോ വർഷം ആൾക്കാരുടെ പ്ലേകൾ മാറി വരാം. പ്ലേ ഉണ്ടാകാത്തതുകൊണ്ടല്ല നാഷണലി ഇന്റർനാഷണലി പോകാത്തത്. അത് വേറെ ബന്ധങ്ങളും വേറെ റൂട്ടുമാണ്. അത് പൊതുവെ നമുക്കൊന്നും അത് അറിഞ്ഞൂടാ റൂട്ട്. അതുകൊണ്ട് നമ്മളെ കഴിയുന്ന നാടകങ്ങൾ അങ്ങനെ പോകാൻ ഇത്രയും നമ്മൾ ബിഹൈൻഡ് ദ പ്ലേ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിനകത്തൊരു ഓഡിയൻസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ ഈ കൊമേഴ്ഷ്യൽ എലമെന്റ് എന്നൊക്കെ സിനിമകളുടെ കേസിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് നമ്മളൊരു പെർഫോം ചെയ്യുന്ന സമയത്ത്? സജീവ് ഒരു നടനായിട്ട് പല സ്ഥലത്ത്, ഇപ്പം തന്നെ നമ്മുടെ അവസാനത്തെ നാടകം തൃശ്ശൂർ കളിച്ചു, പാലക്കാട് കളിച്ചു. പാലക്കാടിൽ ഒരുപാട്, ഞാൻ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കോൺവെർസേഷൻസ് കണ്ടു. അപ്പോൾ ആ സ്റ്റേറ്റിൽ എങ്ങനെയാണ്, ഹൗ ഡസ് ദ ഓഡിയൻസ്, എങ്ങനെയാണ് നമ്മൾ ആ നാടകം കാണാൻ ഇപ്പോഴും ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ടോ? ഇങ്ങനെ 25 വർഷമായിട്ട് എന്ത് തോന്നുന്നു ചോദിക്കുമ്പോൾ വേറെ സന്തോഷമുണ്ട്. നാടകം കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. നാടകം കണ്ടു കഴിയുമ്പോൾ ഉള്ളൊരു കണ്ടു കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ നാടകത്തെ പറ്റി പറഞ്ഞപ്പോൾ അതൊരു, ഞാൻ ഇപ്പോൾ 25 വർഷമായിട്ട് നാടകം അഭിനയവുമായി ബന്ധപ്പെട്ട്, 30 വർഷമായി നമ്മൾ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും 25 വർഷമായിട്ട് ശരിക്കും അഭിനയം കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല നാടകങ്ങൾ ചെയ്തപ്പോഴും കിട്ടുന്നതിനേക്കാളും കൂടുതലൊരു അപ്രീസിയേഷനും കൂടുതലൊരു അടുപ്പവും ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ നാടകത്തിന് കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് തോന്നുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് നാടകത്തെ ആൾക്കാർ ഗൗരവമായി കാണുന്നുണ്ട്, ഇല്ലാതില്ല. ഇപ്പോൾ ഇത് നമ്മൾ നടത്തിയ സ്ഥലത്തെല്ലാം നമ്മളൊരു പരീക്ഷണാത്മകമായിട്ട് ടിക്കറ്റ് പ്രോഗ്രാം നടത്തിയത്. ടിക്കറ്റ് എടുത്ത് നാടകം കാണാൻ ആൾക്കാർ വരുന്നുണ്ടാകും.
പക്ഷെ അതൊരു കണ്ടിന്യൂസ് സംഭവിക്കാൻ സാധ്യത കുറവാണ്. ഇതൊരു സൗഹൃദത്തിൽ, ബന്ധത്തിൽ നാടകക്കാരാണ് കൂടുതൽ വന്നത്, അല്ലാതെ സംഭവിക്കണമല്ലോ. അപ്പോൾ അതിന് നേരത്തെ ഞാൻ ഇടകലർത്തി പറയുന്നുള്ളൂ, അതിന് നാടക ഇത്രയും 5-6 വർഷമായി നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിലും പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. നാടകത്തിന്റെ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. എല്ലാ ജില്ലയിലും നാട്ടുമ്പുറങ്ങൾ നാടകത്തിന്റെ പേരിൽ കളിപ്പിക്കുകയും അത് നാടകത്തിലുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള മറ്റാൾക്കാരുടെ നാടകങ്ങളും, ഇപ്പോൾ കണ്ണൂരുള്ള നാടകം തിരുവനന്തപുരത്ത് കളിക്കുന്നു, തിരുവനന്തപുരത്ത് ചെയ്ത നാടകം എറണാകുളത്ത് കളിക്കുന്നു. അങ്ങനെ നമ്മുടെ നാടകത്തിന്റെ ഇതിൽ തന്നെ പറയുന്നത് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. അപ്പൊ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുകയും അവിടെ പണ്ടത്തെ ഫൈനാൻസ് സൊസൈറ്റികൾ പോലെ കുടുംബത്തിനും എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നാടകങ്ങൾ കളിപ്പിക്കുക എന്നൊരു പദ്ധതി ആലോചിച്ചിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, ആ പദ്ധതിയുടെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ ഓഗസ്റ്റ് 30-31 ഈ പ്ലേ തന്നെ വെച്ചിട്ടുണ്ട്. നന്മയിൽ ജോൺ കിഹോത്തെ പ്ലേ വെച്ചു. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഭാവിയിലൊക്കെ വരുമായിരിക്കാം, സംഭവിക്കുമായിരിക്കാം. ഓഗസ്റ്റ് 30-31 2 ദിവസം നന്മയിൽ ജോൺ കിഹോത്തെ എന്ന് പറയുന്ന നാടകം എറണാകുളത്ത് ഈ നാടകത്തിന്റെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ജില്ലയിലും ഈ പ്ലേ അല്ല, ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ടുള്ള പ്ലേകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നടക്കും. അതങ്ങനെ പല, ഇപ്പോൾ നാടകം ചെയ്യുന്നത് പോലെ മറ്റു പലരും ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതും നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. കിഹോത്തായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ആ നാടകം കുറച്ച് ഇപ്പം നേരത്തെ അഞ്ജന സംസാരിച്ച പറഞ്ഞപ്പോൾ ഫെസ്റ്റിവലിലും ഒക്കെ നമ്മൾ പലയിടത്തും പരീക്ഷണ നാടകങ്ങൾ കാണുമ്പോഴും നാടകവേദിയിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നവും കൂടി, ഈ ഭയങ്കര വിഷ്വലി ജൈജാൻറ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് സംഭവിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ചെയ്ത പ്രൊഡക്ഷൻ ആ ടെക്സ്റ്റോ പ്ലേയോ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഞാൻ വേറൊരു സാധാരണ നാട്ടുപുറത്ത് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ആലോചിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ കെട്ടുകാഴ്ചകളാണ്. അപ്പോൾ ഈ കെട്ടുകാഴ്ചകൾ നാടകവേദിയെ അതിലേക്ക് പോയൊരു സമയവും കാലഘട്ടവും ഇപ്പോഴും ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് മോശം നല്ലതല്ല, ഇതെല്ലാം വേണം, എല്ലാ ആൾക്കാരും കാണണം, അറിയണം. അതൊക്കെ ഒരു ഫെസ്റ്റിവൽ സംഭവിക്കുന്നത് പോലെ നാട്ടുപുറത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഈ വിഷ്വൽ ഭയങ്കര ത്രസിപ്പിക്കുന്ന, അപ്പോൾ ആ ത്രസിപ്പിക്കലും വിഷ്വൽ സംഭവങ്ങൾ ഉണ്ടാക്കലും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആക്ടർ, പെർഫോമർ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് മുങ്ങിപ്പോകും. നമ്മൾ ആ കണ്ടിട്ട് ആ കെട്ടുകാഴ്ചയിൽ മുങ്ങി നമ്മൾ പോകും. നാടകം വേറൊന്നും സമ്പാദിക്കും. ഇതിൽ നിന്ന് വിട്ടിട്ട് ഇപ്പം എനിക്ക് തോന്നിയൊരു കാഴ്ച പറയുന്നത്, എനിക്കിപ്പോഴും ആൾക്കാർ ഭയങ്കര അപ്രീസിയേഷനോടുകൂടി ഈ നാടകം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഭയങ്കര ഇമോഷണലി വന്നു കെട്ടിപ്പിടിക്കുക, ഇമോഷണലി കുറേ നേരം മിണ്ടാതൊക്കെ നിന്നു. അപ്പോൾ അതെന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നാടകം കാണാൻ പറ്റിയിട്ടില്ലല്ലോ, ഞാൻ നാടകം അഭിനയിക്കുമല്ലേ. അപ്പോൾ അത് അത്രയേ ഉണ്ടോ, അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. അത് ഞാൻ കുറേ ആൾക്കാർ വീണ്ടും ചോദിക്കുമല്ലോ. അവർ സ്തബ്ധമായിട്ട് നിന്നുപോയെന്ന് പറയാറുണ്ട്. അത് അതിൻ്റെ ഒരു ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ശൈലിയിലാണ് നാടകം പോയിരിക്കുന്നത്. പെർഫോമൻസ് ഓറിയൻറ്റഡ് പ്ലേ ആണ്. വിഷ്വലി ഈ പറഞ്ഞ വിഷ്വൽ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം കെട്ടുകാഴ്ചകൾ മറച്ചിട്ടില്ല. ആ പ്ലേ ഡിമാൻഡ് ചെയ്യുന്ന ഒത്തിരി സെറ്റുകളും അങ്ങനെയൊന്നുമില്ല. ആ പ്ലേ ഡിമാൻഡ് ചെയ്യുന്ന സ്പേസ് രീതിയിൽ അതിൻ്റെ കോസ്റ്റ്യൂമിലും പ്രോപ്പർട്ടീസിലും ഒക്കെ വളരെ ലൈവായിട്ടുള്ള നല്ല സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്ലേ ഈസി ആയിട്ട് കൺവേ ചെയ്യും. ഞാൻ ഇത് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലായി പോകുന്നു. പെട്ടെന്ന് ഇത് പറയുവാണ്, 2 കുട്ടികൾ പാലക്കാടത്തെ പ്ലേ കണ്ടിട്ട് അവർ 2 ദിവസം കണ്ടു, 3 ദിവസം കണ്ടു ആ പെർഫോമൻസ്. ഇവരിപ്പോഴും വീട്ടിൽ ഇംപ്രവൈസ് ചെയ്ത് നാടകം കളിച്ചു നടക്കുക. ഈ നാടകം അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് പലയിടത്തും. ഇത് എന്തുകൊണ്ടെന്നാൽ കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് രസിച്ചു, ആസ്വദിച്ചു. അതൊരു എലമെൻറ്റ്. ഫിലോസഫിക്കലായിട്ട് കാണുന്ന ആൾക്കാർ കിക്സോട്ടിൻ്റെ ഫിലോസഫി കണ്ടു. ഭാഷാപരമായിട്ട് ടെക്സ്റ്റിനെ കണ്ട ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞു ടെക്സ്റ്റ് ഭയങ്കര മലയാളം പോലെ, നമ്മുടെ പ്ലേ പോലെ ആയി മാറി. ഇത് പിന്നെ പെർഫോമൻസ് എല്ലാ ആക്ടേഴ്സും അതിനകത്ത് നന്നായി ശ്രമിച്ചു, നന്നായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ഒരു സംഘമായിട്ട്, ചെറിയൊരു ഗ്രൂപ്പാണ് പക്ഷെ നന്നായി വർക്ക് ചെയ്തു. ഇങ്ങനെ പല എലമെൻറ്റുകൾ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ ഓപ്പൺ എയറിലാണ് പ്ലേ കളിക്കുന്നത്. അതിന് വേറൊരു സുഖമുണ്ട്. ഓപ്പൺ എയറിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഇരുട്ടത്ത് ഒരുമിച്ചിരുന്നിട്ട് ഓപ്പൺ എയറിൽ കാണുന്ന ഒരു പെർഫോമൻസിന് വേറൊരു തരത്തിലുള്ള ഇൻട്രാക്ഷൻ സംഭവിക്കുന്നു. ഇങ്ങനെ എല്ലാം കൂടി ചേർന്നപ്പോഴത്തേക്ക് അത് നന്നായിട്ട് വരികയും, പിന്നെ എനിക്ക് തോന്നിയ സംഭവം പറഞ്ഞാൽ, എന്നോട് ഈ നരച്ച താടിയൊക്കെ കണ്ടിട്ട് പല ആൾക്കാരും വന്നിട്ട് ഇതെങ്ങനെ 2 മണിക്കൂർ ഇത്രയും പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫിസിക്കലിറ്റി ഒത്തിരി അധ്വാനമുണ്ട്. അപ്പം അത് അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു ആക്ടർ എന്ന അർത്ഥത്തിൽ ഞാൻ പറയാൻ വന്നത്. അപ്പം നമ്മളൊരു കോറിയോഗ്രാഫി ഉണ്ടാക്കിയിട്ട് വെറുതെ ഡിസൈൻ ചെയ്ത് ചെയ്യാം ഫൈറ്റ്, ഉറുമി അങ്ങനെ വീശാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് പണി എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അവിടെ നമുക്ക് ഒന്നും സിനിമയിലെ പോലെ 2 സംഭവങ്ങൾ കട്ട് ചെയ്തിട്ട് വേറെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നിന്ന് കാണിക്കണം 2 മണിക്കൂർ ഈ ഫൈറ്റും ഇതൊക്കെ. അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടത്തോടെ ഒത്തിരി ആൾക്കാർ എടുത്ത സ്ട്രെയിൻ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ വർക്ക് ചെയ്തത്. അതിൻ്റെ റിസൾട്ട് നടത്തുന്നതിൽ വളരെ സന്തോഷത്തോടുകൂടി പ്ലേയെ പറ്റിയും
നമ്മൾ ചെയ്ത കഥാപാത്രത്തെ പറ്റിയൊക്കെ നന്നായിട്ട് പറയുമ്പോൾ ഒരു സന്തോഷവും ഇഷ്ടമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നേരത്തെ ചോദിച്ചിട്ട് ഞാനിപ്പോൾ ഈ ഒരു കുറച്ച് കാലം കണ്ട പെർഫോമൻസിൽ ഇപ്പം നസറുദ്ദീൻ ഷാൻ്റെ, രജിത് കപൂറിൻ്റെ ഒക്കെ പെർഫോമൻസ് JT പാക്കിൽ കണ്ടതല്ലാതെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും നാടകത്തിൽ നടൻ നമ്മളോട് സംവദിക്കുന്നു. യു ജസ്റ്റ് ഗെറ്റ് ദ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ പേഴ്സൺ. അങ്ങേരുടെ ഇമോഷൻസൊക്കെ നമ്മളെ അടുത്ത് 1-on-1 ആയിട്ട് പോകുന്ന ഒരു ഇടത്ത് ഈ കെട്ടുകാഴ്ചകൾ എന്ന് നേരത്തെ ഉദ്ദേശിച്ചതിൽ ശരിക്കും ഞാൻ കണ്ട പ്ലേയിൽ നമ്മളൊരു ഗാലറിയിലിരുന്നു, ദൂരെ ഇങ്ങനെ കുറേ തീയും അതും ഇതും അങ്ങനെ കുറേ മൂവ്മെൻറ്റ്സ്. ഒരു സംടൈംസ് ഡു യു ഫീൽ ലൈക്ക് ഒരു സർക്കസിൻ്റെ ഒരു എലമെൻ്റ് ആണോ നാടകത്തിൽ വരുന്നതെന്ന് പോലെ ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ നാടകത്തിൽ എല്ലാ ഫോക്ലോറ് മുതൽ എല്ലാ എലമെൻറ്റും, ഡാൻസ് എലമെൻറ്റ് മുതൽ ഇപ്പോൾ കാവലം നാരായണ പണിക്കറാണെങ്കിലും എല്ലാവരും ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാം ഇൻഫ്ലുവൻസ് വരുമല്ലോ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഇത്. അപ്പോൾ ശരിക്കും ഡു യു തിങ്ക് ആ ഒരു നമ്മളൊരു സിനിമയോട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണത്? ചില വേള ചിലരെങ്കിലും അങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ലാർജർ ദാൻ ലൈഫ് ഇമേജ് പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ഉണ്ട്. പക്ഷെ സിനിമയോട് എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന നാടകത്തിന്? അത് പലപ്പോഴും എനിക്കത് ഭയങ്കര തീവ്രമായിട്ട് ചില സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്. പലരും ഇപ്പം ഈ അഞ്ചിനെ പറഞ്ഞ കറക്റ്റാണ്. ചിലർ സിനിമയോട് മത്സരം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിനിമയൊക്കെ ഇത്രയും ഇതായി നിൽക്കുന്ന അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അതിനപ്പുറം. ഒരിക്കലും സിനിമയോട് മത്സരിക്കുന്ന ഇതിനകത്ത് കുറച്ച് വിഷ്വൽ കാണിച്ചുകൊണ്ട് സിനിമയാവോ, നാടകവും സിനിമയായിട്ട് മത്സരിക്കുന്നതാവോ? ഇല്ല. സിനിമയോട് ഒരിക്കലും എനിക്കത് തോന്നിയ ഒറ്റ പോയിന്റേ ഉള്ളൂ. നാടകം നിങ്ങൾ ചെയ്താൽ എത്ര പേര് കാണും ഒരു സമയം? മാക്സിമം പോയാൽ ചിലപ്പോൾ 1000 പേര്. അല്ലാതെ സംഭവിച്ചിട്ടുണ്ട് ഫെസ്റ്റിവലൊക്കെ, അത് പോട്ടെ, നമ്മുടെ 1000. സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ 200-300 പേരൊക്കെ ഒരു ഓഡിയൻസ് ആയിട്ട് വരിക. ഈ നാടകം പിന്നീട് ഒരു 300 പേരുടെ കാണണമെങ്കിൽ അടുത്തൊരു സ്റ്റേജ് കളിക്കണം. ഒരു സിനിമ സംഭവിച്ചാൽ ഇത് ഒരേ സമയം ഇന്നൊരു സിനിമ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കോടിക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കോടിക്കണക്കിന് ആൾക്കാർക്ക് കാണാൻ പറ്റും ഒരേ സമയം. ഇവിടെ 500, 400, 200 പേര് കാണുന്ന ഈ നാടകത്തെയാണോ നമ്മൾ അവിടെ മത്സരിക്കാൻ പോകുന്നത്? നമ്മൾ ഒരു വർഷം മൊത്തം കളിച്ചാൽ പോലും 5000 പേര് കാണില്ല. ആ നാടകം പിന്നെ നമ്മളവിടെ മത്സരിക്കുന്ന ഒന്നുമില്ല. അപ്പം അതല്ലാതെ എനിക്ക് തോന്നുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട, എനിക്കത് ഞാൻ അടിവരയിട്ട് തന്നെ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, പറയാറുണ്ട്, നമ്മൾ ആരോടും അത്തരം മത്സരത്തിനല്ല പോകേണ്ടത്. നമ്മൾ ചെയ്യുന്ന കല നമ്മളെങ്കിലും പരസ്പരം അംഗീകരിക്കപ്പെടണം, പരസ്പരം കാണണം. കൊട്ടിഘോഷിക്കുന്ന ഇപ്പം നേരത്തെ പറഞ്ഞ കെട്ടുകാഴ്ച മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു വിഷ്വൽ ഡ്രാമ ഓക്കെ അങ്ങനെ ആകാം. അതെപ്പോഴും എവിടെയും പറ്റില്ല, അത് ആലോചിക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് ഇത് പറയുമ്പോൾ തോന്നുന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ മാത്രമേ ഇത് കാണാനുള്ളെന്നും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളൊരു വളരെ ചുരുങ്ങിയ ആൾക്കാരേ ഉള്ളെന്നും ആ ചുരുങ്ങിയ ആൾക്കാരും പരസ്പരം കാണുകയും അവിടെയും ഈ പറഞ്ഞ ഈഗോയും അവൻ ചെയ്തത് മറ്റവൻ ചെയ്തെന്ന് വിട്ടിട്ട്, അല്ലെ അവ ഇന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെ ഇന്ന സംഘം ഇന്ന സംഘടന ഇത് വിട്ടിട്ട് നാടകം എന്ന് പറയുന്ന എലമെന്റിനെ, അഭിനയം എന്ന് പറയുന്നതിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം അംഗീകരിക്കപ്പെടാൻ പറ്റും, പരസ്പരം കൊടുത്തു വാങ്ങി നിലനിൽക്കാൻ പറ്റും. ഈ ഒരു ചെറിയ പ്രിമൈസിൽ ചെറിയ ആൾക്കാരുടെ ഇടയിൽ മാത്രമുള്ളൊരു കലയാണത്. അവിടെ ഒരു മത്സരമില്ല, മത്സരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് അത് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. പലപ്പോഴും അങ്ങനെ നമ്മൾ പറയാറുണ്ട്, ഇത് മത്സരിച്ച് പോകുന്നു അല്ലെങ്കിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെ പറ്റില്ലെന്ന് തോന്നുന്നു. അത് ഒരു ഇനി വാട്ട് ഈസ് എ ഫ്യൂച്ചർ, വാട്ട് ആർ യു സജി, ഇനി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വാൻഗോഗിനെ പറ്റിയിട്ട് യു ഹാവ് എ ഡ്രീം പ്രൊജക്റ്റ് അല്ലേ? പിന്നെ അതേപോലെ തന്നെ നാടകത്തിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് നമ്മൾ പോകുമ്പം? വി ഹാവ് AI ഉണ്ട്, നമുക്ക് പല പല എന്താ പറയുക, നമ്മളെല്ലാവരും ചെറിയ സ്ക്രീനുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു സ്പേസിലാണ് ആളുകൾ. മേ ബി പോസ്റ്റ് കോവിഡ് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരു സ്പേസിലാണുള്ളത്. അപ്പം എങ്ങനെയായിരിക്കും ഇനി ഇത് രണ്ടും, സജിയുടെ ഫ്യൂച്ചറും നാടകത്തിൻ്റെ ഫ്യൂച്ചറും? ഓക്കെ, ഞാൻ ആദ്യം ഈ നാടകത്തിൻ്റെ ഭാവി പറയാം, പിന്നെ വാൻഗോവിലേക്ക് വരാം. നാടകത്തിൻ്റെ ഭാവി എന്താവുമെന്ന് ചിലപ്പോൾ എനിക്ക് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. എങ്കിൽ നമ്മുടെ ഒരു അത് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും നമ്മൾ സംഘടനയായാലും നാടകവുമായി ബന്ധപ്പെട്ട ആൾക്കാരായാലും സ്കൂൾ നാടകങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലാതെ നാടകങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നാടകവേദിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അവിടെ 50 വയസ്സിനുള്ള മുകളിലുള്ള ആൾക്കാരേ ഉള്ളൂ, അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പലരും പരിഭവം ഇതൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ശരിയാണത്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ സർവൈവൽ പ്രശ്നം പ്രധാനമായിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു അംബിഷൻ എല്ലാവരിലേക്കും ഇതൊക്കെ നമ്മുടെ കയ്യിലല്ല വരുന്നത്. നമ്മുടെയൊക്കെ തലമുറയിലാണ് ഇത് കയ്യിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത്.
ഇത് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴേ ഇപ്പോഴും കുട്ടികൾ ഇത് സെൻസിറ്റീവ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു വിഷ്വൽ നാടകം എന്നൊക്കെ പറഞ്ഞതിനപ്പുറത്ത് സിനിമയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലാണ് അവരുടെ ഒരു കൾച്ചറിൽ തന്നെ. അപ്പോൾ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും സിനിമ. അപ്പോൾ ഇത് എപ്പോഴും കയ്യില്ലാത്ത ആരുമില്ല. ഇങ്ങനെ ഈ തട്ടിവിടുന്ന ലാഘവമാണ് നമ്മുടെ മനസ്സിലും, അത് സൈക്കോളജിക്കലായിട്ട് സംഭവമാണ്. ഇങ്ങനെ പോകുന്ന സംഭവം പുതിയ വിഷ്വലുകളും ഇൻഫർമേഷനുകളും കാഴ്ചകളും ഇങ്ങനെ ഇതിനകത്തൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് 2 മണിക്ക്, ഇപ്പം ഞാൻ അത്ഭുതപ്പെട്ടിട്ട് ഈ നേരത്തെ കുട്ടികളുടെ കാര്യം കിഹോത്തെ കണ്ട കാര്യം പറഞ്ഞ സമയത്ത് അത് എൻ്റെ മനസ്സ് വന്നത് 2 മണിക്കൂർ ഇങ്ങനെ ഒരു നാടകം കണ്ടിരിക്കാൻ എത്ര പേർക്ക് ക്ഷമയുണ്ടാവും പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക്. ഓക്കെ, നാടകം കാണാൻ കുട്ടികൾ വരുന്നുണ്ട്, നാടകം കുട്ടികൾ കളിക്കുന്നുണ്ട്, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊരു വളരെ ചെറിയ പക്ഷമാണ്. പണ്ട് നമ്മൾ ജനകീയമായിട്ട് അതൊക്കെ പറയണമെങ്കിൽ വേറെയും പറയാനുണ്ട്. ജനകീയമായിട്ട് ഈ നാടകത്തിലൂടെ, നാടക പ്രസ്ഥാനത്തിലൂടെ വന്നു എന്നൊക്കെ പറയുന്നു. എന്ത് വിപ്ലവം വന്നു, വേറെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടു. എന്നിട്ട് അത്തരം ആൾക്കാരോ അത്തരം സംഭവങ്ങളും നാടകത്തിന് വേണ്ടി നാടകം എങ്ങനെയാണ് തിരിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വേറെ സംഭവം. ഞാൻ പറഞ്ഞത് കുട്ടികളുടെ കാര്യത്തിലായാലും കുട്ടികളെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ അടുപ്പിക്കാൻ, ഇഷ്ടമുണ്ടാക്കാൻ, ഇൻജക്റ്റ് ചെയ്യാനല്ല, സ്വാഭാവികമായിട്ട് പഠനത്തിലായാലും അവരുടെ ജീവിത രീതിയിലായാലും ഇത് സ്വാഭാവികതയായി വരാൻ ഇവിടെ എന്ത് ശ്രമം നടക്കുന്നു? സ്കൂളുകളിൽ പോലും കൃത്യമായിട്ട് ഇപ്പോൾ സ്കൂൾ ഡ്രാമ പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട്. തൃശ്ശൂർ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തു നിന്നും പഠിച്ചിറങ്ങും. ഇവർക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് അല്ലേ നമ്മുടെ കരിക്കുലത്തിൽ ഈ ടെക്സ്റ്റ് ഉണ്ട്, തിയേറ്റർ പഠിക്കാനുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട് കരിക്കുലത്തിൽ. പക്ഷേ ഇതാരെ പഠിപ്പിക്കുന്നത്? ഇപ്പോൾ നമ്മൾ സൂംബ ഡാൻസിൻ്റെ കാര്യം പറയുന്നത് പോലെ ടീച്ചർമാരെ കണക്ക് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് പഠിക്കുന്ന ടീച്ചറിനെ കൊണ്ടാണോ തിയേറ്റർ പഠിപ്പിക്കുന്നത്? അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗവൺമെൻറ് അതിനെന്താ ഇനിഷ്യേറ്റീവ് എടുക്കാത്തത്? അല്ലെങ്കിൽ ഗവൺമെൻറ് തൊട്ട് ഇത് മാറി ഇവിടെ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? അവരുടെ ഒന്നും വിഷയം അതല്ല. അപ്പോൾ ഒരു സ്റ്റേറ്റിന്, ഒരു ലോകത്ത് മാറ്റങ്ങളുണ്ടാകാൻ എന്ത് തരത്തിലായാലും കൾച്ചറലി സംസ്കാരവും വിദ്യാഭ്യാസവും കലയും ആണ് ഒരു പ്രധാന കാര്യം. അത് കച്ചവടമാകുന്നതോടുകൂടി അല്ലെങ്കിൽ പരസ്പര പൂരക താല്പര്യത്തിനനുസരിച്ചാകുന്നതോടുകൂടി ഇതെല്ലാം വിട്ടുപോകും. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം വളരെ ഗൗരവമായിട്ട്, പോസിറ്റീവായിട്ടും പ്രോഗ്രസീവായിട്ടും ശാസ്ത്രീയമായും നടക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കാര്യം. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടേ ഇവർ ഈ അഭിനയം, തിയേറ്റർ, ഇത് അഭിനയിക്കാനും സിനിമയിൽ പോകാനും നാടകത്തിൽ അഭിനയിക്കാനല്ല. അഭിനയത്തിലൂടെ ഒരു കുട്ടി വളരുമ്പോൾ അവൻ സർഗാത്മകമായി മാറുന്നു, ക്രിയേറ്റീവായി മാറുന്നു. നേരത്തെ പറഞ്ഞ പോലെ ധൈര്യത്തോടെ അവന് പലതും ഇടപെടാൻ, ചിന്തിക്കാൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ അവൻ കടന്നു വരുമ്പോൾ അവൻ അറിയാതെ അത്തരം പെർഫോമൻസ് കാര്യങ്ങളിലൊക്കെ ഇടപെടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. അങ്ങനെ ഒരു കൂട്ടി ഉള്ളൊരു ആലോചന ഇല്ലാത്തതും കൂടിയാകാം ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൾച്ചർ, വിഷ്വലി എല്ലാം മാറി വരുമല്ലോ. ഇപ്പോൾ AI എന്ന് പറയുന്ന സംഭവത്തെ പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ സംസാരിക്കാൻ എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞതാണ്, ഒരു ടച്ചിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, പുതിയ സാധനം. അപ്പോൾ അവരും അത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ എടുത്തു നോക്കിയാൽ നമുക്ക് പൊതുവിൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ പഠിച്ച് ഇതിനകത്ത് അതൊന്നും വേണ്ട. ഇതിനകത്ത് കാണുന്ന ആൾക്കാരാണ് ആക്ടേഴ്സ്. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരെല്ലാം ആക്ടേഴ്സാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ അത് തന്നെയാണ് നാടകം, തിയേറ്റർ ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം. ശരിക്കും ഇതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണോ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അത് സംഭവിക്കുന്നതോടുകൂടി ഇപ്പൊ എല്ലാവരും സിനിമയാണ് ഫോക്കസ്. ഈ ആൾക്കാർക്ക് നാടകം ചെയ്യണമെങ്കിൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ സിനിമ ചെയ്യാൻ പറ്റും. സിനിമ ഈസി എന്നല്ല പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ആക്ടേഴ്സിനെ പോലും ആൾക്കാർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള പഠിച്ചോ അല്ലെ അറിഞ്ഞോ തിരിച്ചറിഞ്ഞോ ഈ എക്സ്പീരിയൻസ് നമ്മൾ ക്യാരക്ടറുകൾ ചെയ്ത് പോകുന്നതിന് എന്ത് പ്രസക്തി എന്ന് പറയുന്നൊരു അവസ്ഥയോടെ നിൽക്കുന്നുണ്ട്. അതുപോട്ടെ, ഇനി വാൻഗോഗിലേക്ക് വരാം. വാൻഗോഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡ്രീം പ്രോജക്റ്റായിട്ട് തന്നെ നിൽക്കുന്നു. ഞാനിപ്പോൾ ഈ കിഹോത്തെ കളിക്കണം. അതിപ്പോൾ നമ്മൾ മഴ കഴിഞ്ഞ് ഓപ്പൺ എയറിലാണ് കളിക്കണം. കുറച്ച് അതിനിടയിൽ തന്നെ ഇത് ഞാൻ അതിന് മുമ്പ് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ക്രിപ്റ്റ് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വാൻഗോഗ് ആൻഡ് ആൻ ആക്ടർ എന്നാണ് എൻ്റെ ടൈറ്റിൽ. അപ്പോൾ എന്തിന് ഞാനിപ്പോൾ വാൻഗോഗ് ചെയ്യണം? ഞാൻ ചിന്തിച്ചതാണ്. ഒരുപാട് ആൾക്കാർ വാൻഗോഗ് ചെയ്തിട്ടുണ്ട്, ചെയ്യാം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് വാൻഗോഗ് പറഞ്ഞ ആർട്ടിസ്റ്റിന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ എന്തിനിപ്പോൾ വാൻഗോഗ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ ഞാൻ വാൻഗോഗിനെ സമീപിക്കണം. അപ്പോൾ വാൻഗോഗ് പറഞ്ഞു പോയ പല കാര്യങ്ങളും എനിക്കും പറയാനുണ്ട്. ഇപ്പോൾ എനിക്കും പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാംശമുള്ള എനിക്ക് ആസ് ആൻ ആക്ടർ എന്ന അർത്ഥത്തിലും ഒരു വ്യക്തി എന്ന നിലയിൽ ആർട്ടിസ്റ്റ് എന്ന അർത്ഥത്തിലും എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട് വാൻഗോഗ് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. അതൊന്ന്. 2, എനിക്ക് മാത്രമല്ല, ഞാൻ പ്രദാനം ചെയ്യുന്ന നാടകവേദിയുമായാലും അല്ലാതെ ക്രിയേറ്റീവായിട്ടുള്ള ഏതു മേഖല കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കാർക്കും
ഫീൽ ചെയ്യുന്ന വിഷയമാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള 5 പേര് പോലും നമ്മളെ തിരിച്ചറിയുന്നില്ല. ഇപ്പം നമ്മൾ 25 വർഷം ഒരു സ്പേസിൽ നിന്ന് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. നമ്മളെന്താണ് വർക്ക് ചെയ്തതെന്നുള്ള രാഷ്ട്രീയമായിട്ട് തിരിച്ചറിയാനുള്ള ഒരു രാഷ്ട്രീയ ബോധം നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് സഹാക്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് പിന്നെ തുടർന്ന് വാൻ ഗോഗ് പറഞ്ഞ സംഭവം, എനിക്ക് ഞാൻ വിചാരിക്കുന്ന പോലെ ചിത്രം വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, കല ചെയ്യാൻ പറ്റിയതെങ്കിൽ എൻ്റെ ജീവിതം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് വാൻ ഗോഗ് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോരുത്തരും അത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ, പക്ഷേ മനസ്സിലായപ്പോൾ ആൾ മരിച്ചു കഴിയേണ്ടി വന്നു. ആൾ 10 വർഷം കൊണ്ട് ഇത്രയും ചിത്രങ്ങൾ ചെയ്തു പോയി. 10 വർഷം കഴിഞ്ഞ് അയാൾ മരിച്ചതിന് ശേഷം 37 വയസ്സ് ജീവിച്ചിരുന്നു. അവസാന കാലത്തെ 10 വർഷം ഞാൻ പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് ലോകം മൊത്തവും വാൻ ഗോഗിനെ തൊടാതെ കടന്നു പോകാൻ പറ്റില്ല ആർട്ടിസ്റ്റുകൾക്ക്. അത്രയ്ക്കും വളരെ ഉൾക്കാഴ്ചയോടുകൂടി. പക്ഷെ ആളുകൾ എൻ്റെ ഓരോ വാക്കും ഓരോ വരയും ഏറ്റവും ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും വേദനിക്കുന്നവർക്ക് വേണ്ടി ആകണം എന്ന് ആഗ്രഹിച്ച് കല ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ആ ചിത്രം എന്താണ് ഇംപ്രഷനിസം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള ഫീല്, നമ്മൾ പുറമേ കാണുന്നതിനപ്പുറത്ത് നമ്മുടെ ഉള്ളെന്താണെന്നും കൂടി അറിഞ്ഞുകൊണ്ട് ആള് നെയ്ത്തുകാരുടെ ഇടയിൽ പോയി ജീവിച്ചു, പാടത്ത് ഉരുളക്കിഴങ്ങ് തൊട്ട് അവിടെ പോയി ജീവിച്ചു, അവരുടെ കൂടെ ജീവിച്ചിട്ടാണ്. അതൊന്നും വേണ്ട ചിത്രം വരയ്ക്കാൻ. പക്ഷെ അങ്ങനെ ആ ജീവിതാനുഭവം കൂടി പേറിക്കൊണ്ട് രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി ചെയ്ത ആളാണ് അയാൾ. അതുകൊണ്ട് അയാൾ ജീവിച്ചിരുന്നപ്പോൾ അംഗീകരിച്ചില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോൾ ലോകം മൊത്തം അയാൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ആർട്ട് ഗാലറി വാൻ ഗോഗിൻ്റെ ആർട്ട് ഗാലറിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ആർട്ടിസ്റ്റുകളുടെയും നമ്മളങ്ങനെ ക്രിയേറ്റീവായി ചിന്തിക്കുന്നവരുടെയും അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെയും, വാൻ ഗോഗ് പറയാറുണ്ട്, എനിക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതായി എനിക്ക് തോന്നുന്നതെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഞാനും ഇപ്പോൾ തിയേറ്ററിനെ പറ്റി പറയുന്നത്, നാളെ വളരെ മോഹനമായിട്ടുള്ള സാമ്പത്തിക അടിത്തറയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമോ ഇല്ലെന്നുള്ളത് സ്വപ്നം കണ്ടിട്ടല്ല. എൻ്റെ സ്വപ്നം ഇപ്പോൾ ഇതാണ്, തിയേറ്റർ എനിക്ക് അഭിനയിച്ച് സുഖിച്ച് സന്തോഷിച്ച് ജീവിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഈസിയാണ്, പറ്റും. ചിലപ്പോൾ സിനിമയിൽ പോവുക അല്ലെങ്കിൽ പലതും ചെയ്ത് നമുക്ക് അല്ല, നമ്മളാ ചെയ്യുന്ന കലാരൂപത്തെയും കൂടി നമ്മുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അടയാളപ്പെടുത്തുന്ന രീതിയിൽ അതിനും കൂടി മാറ്റം ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറണമെങ്കിൽ, അല്ലെ അങ്ങനെ വിചാരിക്കുന്ന അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ വാൻ ഗോഗിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വാൻ ഗോഗിലേക്ക് എത്തുന്നതും. ഞാൻ തുടങ്ങിയപ്പോൾ വെറുതെ കോട്ട് ചെയ്ത ആ ഡയലോഗ് വാൻ ഗോഗ് പറഞ്ഞത്, ആ ഡയലോഗ് ഞാൻ എൻ്റെ നാടകത്തിൽ നടനായിട്ട് പറയുന്ന ആദ്യത്തെ ഡയലോഗാണ്. ചിത്രം വരയ്ക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ അഭിനയിക്കുക, സന്തോഷത്തോടെ ജീവിക്കുകയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സന്തോഷം മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെ ആ ഒരു രംഗത്തെയും കൂടി നമുക്ക് പറ്റുന്ന കോൺട്രിബ്യൂഷൻ ചെയ്യുക, ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണ് പ്രധാനമായിട്ട് ആലോചിക്കുന്നത്. ഇപ്പോൾ അവസാനം ചോദിച്ചാൽ ഉത്തരമാണോ ഞാൻ പറയുന്നത് അറിയാം. എന്തായാലും തിയേറ്റർ ഒരു ഭാവി എന്ന അർത്ഥത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ AIO പുതിയ കാലഘട്ടം വരുമ്പോഴും തിയേറ്ററിന് ജീവനുള്ള മനുഷ്യരുള്ളിടത്തോളം കാലം അതിൻ്റെ എണ്ണം കൂടുതൽ. നമ്മൾ ഒരിക്കലും സിനിമ വെച്ചിട്ട് കമ്പാരിസൺ നടത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്, എത്ര പേര് കണ്ടു വേണ്ട. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ചെറിയ ഇടങ്ങളിൽ, ഇപ്പോൾ കുളൂർ മാഷിൻ്റെ കാര്യം ചോദിച്ചു, അതുപോലെ നാടകം ഒത്തിരി ആൾക്കാരുണ്ട്. വീടുകളിലെ ഫംഗ്ഷനിൽ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, വീടുകളിൽ ഫംഗ്ഷൻ നാടകം വയ്ക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾ 5 പേര് വന്ന് ചെറിയൊരിടത്ത് നാടകം കളിക്കുക, ഇത് നാടകമാണ്. അങ്ങനെ നാടകം അല്ലെങ്കിൽ അത് പെർഫോമൻസ് മറ്റുള്ളൊരാളിൻ്റെ എന്തോ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് കാണാനുള്ള ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ 1,00,000 1000 കോടിയൊന്നും വേണ്ട, തിയേറ്ററിൻ്റെ സാധ്യതയും തിയേറ്റർ അവിടെ ഉണ്ടാകും, അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് ജനങ്ങളുടെ ഇടയിൽ അതിന് വേറൊരു അടുപ്പുണ്ട്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറയുന്നത്, നേരിട്ട് സംവദിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു എനർജി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കിഹോത്തെ കണ്ടിട്ട് അവസാനം ആൾക്കാർ കരഞ്ഞു എന്ന് പറയുന്നത്. എന്തിനാണ് കരഞ്ഞത് അവരോട് ചോദിക്കാം, അവരുടെ ഒരു മൂഡ് അങ്ങനെ കണക്ട് ചെയ്ത് പോയിരിക്കും. എല്ലാവർക്കും ഈ ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ടല്ലോ, നമുക്കൊക്കെ ഭ്രാന്തുണ്ട്. അപ്പോൾ വ്യത്യസ്ത ഭ്രാന്തായിരിക്കാം. അപ്പോൾ അതിനകത്ത് കൈകാര്യം ചെയ്യുന്ന പോകുന്ന വിഷയം അതാണ്. ഒരാൾ വെറുതെ ഭ്രാന്തല്ല, അയാൾ സമൂഹത്തെ നവീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതാണ്. പക്ഷേ അത് തിരിച്ചറിയുന്നില്ല ആരും. എന്നിട്ട് അവസാനം അയാൾ തുറുങ്കിലടയ്ക്കപ്പെടുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയവും അവരെ കണക്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എന്തായാലും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു കേരളത്തിൽ ഒരു പ്രൊഫഷണൽ നാടക സംഘം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒന്നുണ്ടാകുക എന്ന് പറഞ്ഞൊരു മോഡലായിട്ടാണ് ഞാൻ പറയുന്നത്. അതിലൂടെ ഒരു 10 ആർട്ടിസ്റ്റുകൾക്ക് ജീവിക്കാൻ, ഇത് ഉറപ്പായിട്ടും പറ്റുന്ന കാര്യമാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിന് പറ്റും, അതിൻ്റെ സ്ഥാപനങ്ങളായിട്ടുള്ള സംഘാടാക്കാൻ പറ്റും, സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് പറ്റും എന്ന് വെച്ചാൽ കൾട്ട്. പക്ഷേ പലരും ചെയ്യില്ല. അവരവർക്ക് സംവിധായകരായിട്ടും അവരവരുടെ
ഒരു സ്വതന്ത്രമായിട്ടുള്ള ലോകം കാണുന്ന സമയത്ത് ഇത് പറ്റില്ല. ഇപ്പോൾ കുമാരനാശാൻ്റെ ഒരു കവിത പറഞ്ഞു, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അവലേ വിവേകികൾ. അപ്പോൾ അങ്ങനത്തെ ഒരു വിവേകത്തോടു കൂടി ആലോചിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ രീതിയിൽ ആലോചിക്കാൻ പറ്റുന്ന ആൾക്കാർ ചില അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പൊസിഷനിൽ വരികയാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായും ഈസി ആയിട്ട് പറ്റുന്ന, ഇപ്പോൾ ഗവൺമെൻറ്, ഞാൻ ഇതിനിടയിൽ കൂടെ അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ്, നമുക്ക് 1000-ഓളം പഞ്ചായത്തുണ്ട്. ഗവൺമെൻറ് ഒരു ഓർഡർ ഇട്ടാൽ മതി ഓരോ പഞ്ചായത്തിൽ ഒരു നാടകം കളിക്കണമെന്ന്. സംഗീത നാടക അക്കാദമി പോലുള്ള സ്ഥാപനത്തിൽ ഒരു റെപ്പർട്ടറി തിയേറ്റർ കമ്പനി ഉണ്ടെങ്കിൽ 1 വർഷം പോരല്ലോ, 1000 നാടകം കളിക്കണമെങ്കിൽ 2-3 വർഷം എടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും സാധ്യതയുള്ള കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ, അവസാനം രാഷ്ട്രീയം പറയണം, അതുകൊണ്ടാണ്, മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ വിദേശത്ത് പോയിട്ട് വന്നിട്ട് നമ്മുടെ ബ്രോഡ്വേയിലും ലണ്ടനിലും ഗ്ലോബ് തിയേറ്ററിലുള്ള ഉദാഹരണങ്ങൾ പറയും. ഇവിടെ എന്താ കേരളത്തിൽ ഒരു തിയേറ്റർ, സംഗീത നാടക അക്കാദമിയിൽ അല്ലാതെ നാടകത്തിന് വേണ്ടി ഒരു തിയേറ്റർ ഇല്ലല്ലോ കേരളത്തിൽ. ഇത്രയും വർഷമായി നാടകത്തിലൂടെ അധികാരത്തിലേക്ക് വന്ന ആൾക്കാർ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് അത് ആലോചിക്കാൻ പറ്റാത്തത്? നാടകത്തിന് വേണ്ടി ഒരു പക്ഷേ അവർ അവിടുത്തെ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ബ്രോഡ്വേയിൽ പോകുമ്പോൾ ചായക്കട പോലെ തിയേറ്ററാണ്, പെർഫോമൻസാണ്. ഇവിടെ എന്താ ഒരു തിയേറ്റർ ഉണ്ടാക്കാത്തത്? അതേസമയത്ത് അവിടെ നമ്മൾ വഴക്ക് ഇതൊന്നുമല്ല, സിനിമയ്ക്ക് വേണ്ടി എല്ലാ ജില്ലയിലും തിയേറ്റർ ഉണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും മൾട്ടിപ്ലക്സുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നാടകത്തിന് വേണ്ടി എന്തുകൊണ്ട് ആലോചിക്കാൻ പറ്റാത്തത്? നാടകം കളിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ എന്തുകൊണ്ടാണ് നാടകം കളിക്കുന്ന ആൾക്കാർക്ക് സ്പേസ് ഫ്രീ ആയിട്ട് കൊടുക്കാനോ ലൈറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാനോ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലെന്ന് മാത്രമല്ല, അത്തരം സ്പേസുകളെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് 10 മണി വരെ റിഹേഴ്സൽ ചെയ്യാമായിരുന്നു, രാത്രിയാണ് സ്വതന്ത്രമായിട്ട് റിഹേഴ്സൽ ചെയ്യാൻ പറ്റുക നാടകത്തിനൊക്കെ. അല്ല, 8 മണിക്ക് ശേഷം പറ്റില്ല, അടച്ചു കൂട്ടുകയാണ്. അപ്പോൾ ഇത് നാടകത്തെ പ്രൊമോട്ട് ചെയ്യാനാണോ അതിനെ ഡിസ്ഗ്രേഡ് ചെയ്യാനാണോ സ്ഥാപനങ്ങൾ? ഇത് ഭയങ്കര രാഷ്ട്രീയ വിഷയമാണ്. ഇല്ല, ഇത് നിലനിൽക്കുന്ന വലിയൊരു വിഷയമാണ്. ഇതിപ്പോൾ നാടകം നടക്കുന്നത് പർട്ടിക്കുലർ സ്ഥാപനം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ആർക്കായാലും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകുമ്പോഴാണ് നാടകം വളരുന്നത്. ഇപ്പം നാടകത്തിൻ്റെ അക്കാദമിക്കകത്ത് പോലും ഒരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ പുറത്ത് നമ്മൾ ചെയ്തതിനേക്കാളും വാടകയാണെങ്കിൽ, അപ്പം നിങ്ങളിത് എന്ത് സ്ഥാപനമോ, ബിസിനസ്സാണോ അത്? അല്ല. അപ്പം കലയെ പ്രൊമോട്ട് ചെയ്യാതെ, വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യാതെ ലോകത്ത് ഒരിടത്തും ഒരു മാറ്റവും ഒരു വിപ്ലവവും വന്നിട്ടില്ലെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ പറയുകയും ചെയ്യും. ഇപ്പോഴും നമ്മൾ രാഷ്ട്രീയ പ്രസംഗം, ഞാൻ രാഷ്ട്രീയ വിഷയമല്ല പറയുന്നത്, എങ്കിലും പൊതുവെ നാടക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സംസാരിക്കുമ്പോൾ പ്രസംഗത്തിൽ ഒരു 3-4 നാടകം മാത്രം ഉദാഹരിക്കും. പണ്ടത്തെ ഇവരിതേ കണ്ടിട്ടുണ്ടാവും. നാടകങ്ങൾ വീണ്ടും മാറി എത്രയോ നാടകങ്ങൾ നടക്കുന്നു, എത്രയോ നാടകങ്ങൾ പുതുതായിട്ടുണ്ടാകുന്നു. ഇത് കാണുകയോ മാറ്റങ്ങൾ അറിയുകയോ ആ ചെയ്യുന്നവർ നിലനിൽക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് കൾച്ചർ മാറുന്നതും ലോകം മാറുന്നതും. നമ്മളും എവിടെയോ മുന്നിൽ പോകണമെങ്കിൽ, എന്ത് കാര്യത്തിനായാലും, പുരോഗമനമാണോ ശാസ്ത്രമാണോ, മുന്നിൽ പോകണമെങ്കിൽ കൾച്ചറിനെ മാറ്റണം, അല്ലേ? അത് കുറച്ചുകൂടി നമ്മൾ ലൈവായി ജനങ്ങളുമായി ഇടപെട്ട് നിൽക്കുന്ന കല എന്ന അർത്ഥത്തിലാണ് നാടകത്തെപ്പറ്റി നമ്മളിപ്പോൾ ഊറ്റം കൊള്ളുന്നത് ആണല്ലോ. മറ്റതിനേക്കാളും അതുകൊണ്ടല്ലേ എന്ത് വിഷയം ഉണ്ടായാലും, ഇവിടെ കുട്ടികൾ ലഹരി പ്രശ്നമുണ്ട്, ലഹരി വിരുദ്ധ നാടകമാണ് ആലോചിക്കുന്നത്, അല്ലേ? പെട്രോളിന് വില കൂടി, ഓക്കെ, ജംഗ്ഷനിൽ നാടകം, തെരുവ് നാടകം, എല്ലാത്തിനും നമ്മൾ ആൾക്കാരിലേക്ക് ആഴ്ന്നിറങ്ങാൻ, ആൾക്കാരിലേക്ക് എന്തോ കൺവേ ചെയ്യാൻ, അത് മതസൗഹാർദ്ദമാകാം, എന്ത് വിഷയമാകാം, അങ്ങനെ ഒരു മാധ്യമമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് പറയുന്ന ആരാ? നാടകവുമായി നിൽക്കുന്ന നമ്മളാണ്. അല്ലാത്ത ആൾക്കാർ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റുന്നത്. നാടകവുമായി നിൽക്കുന്നതോ ഇത് ചെയ്യുന്ന ആൾക്കാരോ അവിടെ പോയിട്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് നമുക്കിത് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് ആരും റിക്വസ്റ്റ് ചെയ്യാൻ പോവില്ല. അത് അഹങ്കാരമല്ല, നമുക്ക് വേണ്ടതാണ്, അവകാശമാണ്. അപ്പം അത് ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ, കലാ, സാഹിത്യ, ഭരണ രംഗത്തുള്ളവർ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കുറച്ചുകൂടി കാണുമ്പോൾ ഇത് മനസ്സിലാക്കട്ടെ. നാടകവേദിയിൽ നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് സജി. സജി ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സ്പേസും വാൻഗോഗിനെ പോലെ ഒരുപാട് നാടകങ്ങൾ ചെയ്യുകയും യു ലീവ് ഫോർ എവർ. ഒരാൾ മരിക്കേണ്ട ആവശ്യമില്ല അയാൾക്ക് പ്രശസ്തനാവാൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ലെറ്റ്സ് ഗോ അഹെഡ്, കീപ്പ് അപ്പ് ദ സ്പിരിറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ മലബാർ ചാനൽ. താങ്ക് യു.